നമുക്കൊരു വാക്ക് കണ്ണടച്ച് കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ ഇതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു കർത്താവേ. അതെ കർത്താവേ, ദാഹത്തോടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരുവിൻ. നിത്യജീവന്റെ നദികള്, ജീവജലത്തിന്റെ നദികള് കർത്താവേ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അതെ കർത്താവേ, അങ്ങയിൽ തന്നെ വലിയ നിറവുണ്ട്. അവിടുന്നാണ് ജീവന്റെ അപ്പം. അവിടുന്നാണ് കർത്താവേ ജീവജല നദികളെ ഞങ്ങൾക്ക് പാനം ചെയ്യുവാനായിട്ട് കർത്താവേ അങ്ങയിലാണ് ആ നിറവുള്ളത്. കർത്താവേ, കർത്താവേ, അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. കർത്താവേ, അങ്ങനെ തന്നെ കേൾപ്പാൻ ഞങ്ങളെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നവരായിട്ടല്ല, മറിച്ച് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലൊരു കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും അവിടത്തേക്കായിട്ട് ഞങ്ങൾ തുറന്നു തരുന്നു. അവിടുത്തെ ആത്മാവിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള വ്യാപാരം ഞങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളിലെ പാഴും ശൂന്യമായിരിക്കുന്ന അവസ്ഥകളെ ഇത് നല്ലത്, വളരെ നല്ലത് എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ ഈശോ കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം നമ്മള് വാക്യപ്രതിവാക്യമായിട്ട് വളരെ സ്ലോ ആയിട്ട് പല വേർഡ്സും ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചുമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഒന്നാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് പുസ്തകം ആകെ 22 അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. അതിന്റെ 21-ാം അധ്യായം, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് വേർഡ്സ് നമ്മൾ വായിച്ചു. പുതിയ ആകാശവും പുതിയ ഭൂമിയും, അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും. ഔറാനോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ആകാശം എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ആകാശമെന്നും, അതായത് സ്കൈ, നമ്മൾ കാണുന്ന ആകാശമെന്നും സ്വർഗമെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് ഔറാനോസ് എന്ന് പറയുന്ന പദം. ഇപ്പം ഇംഗ്ലീഷിൽ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പം പുതിയ സ്വർഗവും പുതിയ ഭൂമിയും നമ്മളെ ഇപ്പോ ഇപ്പോൾ ഉള്ള ഈ കാണുന്നതെല്ലാം കത്തി അമർന്നു പോകുന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം എന്തോ ഇങ്ങനെ വീടിന്റെ പണിയോട് സംബന്ധിച്ച് പറയുമ്പോൾ അനിൽ ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ വളരെ അനിലിന്റെ, ഞങ്ങളുടെ കോൺട്രാക്ടറുള്ള നമ്മളുടെ സഹോദരനായിട്ടുള്ള അനിലിന്റെ ബിൽഡേഴ്സിന്റെ പേര് അവർ ലൈഫ് ടൈം ബിൽഡേഴ്സ് എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തോ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ, അനില് പണിഞ്ഞ മതിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നിടം വരെ ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു. ഇപ്പം അതുവരെ ഉള്ളൂ കാര്യങ്ങളെല്ലാം. നമ്മൾ കർത്താവ് രണ്ടാമത് വരാൻ പോകുന്നു. കർത്താവിന്റെ വരവേറ്റവും അടുത്തു. കർത്താവ് വന്നു കഴിഞ്ഞ് കർത്താവ് 1000 വർഷക്കാലം ഒരു ഭരണം ഈ ഭൂമിയിൽ തന്നെ, അത് ഈ ഭൂമിയിൽ തന്നെയാണ് ഉള്ളത്. അന്ന് അവിശ്വാസികളും ഭൂമിയിൽ കാണും. അന്ന് ഭൂമിയിൽ കർത്താവ് വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന കർത്താവ് വരുന്ന ആ വരുന്ന ആ കാലഘട്ടത്തിൽ, അത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും കർത്താവ് വരുന്നത്. അപ്പം അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവിശ്വാസികളും 1000 വർഷക്കാലം ഭരണത്തിൽ ഉണ്ടായിരിക്കും. കർത്താവ് വരുമ്പോൾ അർമുഗദോൻ യുദ്ധത്തില് കർത്താവിനെതിരായിട്ട്, കർത്താവിന്റെ മക്കൾക്കും ഇസ്രായേലിനും ഒക്കെ എതിരായിട്ട് ഇത് ക്രിസ്തുവിന്റെ കള്ളപ്രവാചകന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉള്ള വലിയൊരു അവസാനത്തെ ഒരു യുദ്ധം, അർമഗദോൻ യുദ്ധം ഉണ്ട്. ആ അർമഗദോൻ യുദ്ധത്തിൽ ഓഫ് കോഴ്സ് രക്തപ്പുഴ ഒഴുകുകയും, അപ്പൊ അങ്ങനെ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയൊക്കെ പിടിച്ച് അഗ്നിപ്പൊയ്കയിലിടുകയും, അങ്ങനെ ആ വലിയ സേനാധിപന്മാരും വലിയ സൈനിക നേതാക്കളും രാഷ്ട്രത്തലവന്മാരും വലിയവരും ചെറിയവരും അങ്ങനെയുള്ളവരെല്ലാം അന്ന് ആ അർമുഗദോൻ യുദ്ധത്തില് വലിയൊരു കൊലക്കളം നടക്കുന്ന ഒരു പ്രതീതി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതായത് അവിടെ ഡെഡ് ബോഡീസ് ഉള്ളിടത്താണ് വൾച്ചേഴ്സ്, ശവശരീരങ്ങളും മൃതശരീരങ്ങളും ഉള്ളിടത്താണ് കഴുകന്മാർ കൂടുന്നതെന്നൊക്കെയുള്ള കാര്യം കർത്താവ് തന്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് ലൂക്കോസ് 17-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ അപ്പൊ ആ അർബുദോൻ യുദ്ധത്തിൽ മരിക്കുന്നവരൊക്കെ മരിക്കുന്നു. എന്നാൽ അതിനുശേഷമുള്ള ആ ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള അവിശ്വാസികളും കർത്താവിന്റെ ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ നന്മ അവരും അനുഭവിക്കും. അന്നും മരണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും ജനനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനകളൊക്കെ നമ്മൾ യേശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും സഖരിയാവിന്റെ പുസ്തകത്തിൽ നിന്നും ഒക്കെയുള്ള പല റെഫറൻസസ് ഒക്കെ കണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് ആളുകളുടെ ആയുഷ്കാലമൊക്കെ പ്രളയത്തിന് മുമ്പെന്ന വണ്ണം ദൈർഘ്യമേറിയതായിരുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ 1000 വർഷക്കാലം കർത്താവിന്റെ ഭരണത്തിന് ശേഷം
ആ 1000 വർഷക്കാലം കൂട്ടിലടച്ച് ഈ പട്ടിയെ പിടിച്ച് കൂട്ടിലടച്ചെന്ന് പറഞ്ഞതുപോലെ സാത്താനെ പിടിച്ച് അഗാധത്തില് ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ ഈ കൂട് തുറന്നു വിടുന്നത് പോലെ ഈ അഗാധത്തിൽ നിന്ന് അവനെ തുറന്നു വിടുന്ന ഒരു രംഗം നമ്മൾ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം കാണുന്നു. അവന് വീണ്ടും ഈ മനുഷ്യരാശിയെ വഞ്ചിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ, വഞ്ചിക്കപ്പെടാനായിട്ട് ഇന്നാ പിടിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളിതാ വഞ്ചിക്കപ്പെടാനായിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ തയ്യാറായിട്ട് സജ്ജരായിട്ട് അനേകര് അവിടെ കടൽ തീരത്തെ മണൽത്തരി പോലെ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ അവിടെ വെളിപാട് 20-ന്റെ 9-ാമത്തെ വാക്യത്തിൽ അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തേക്ക് പ്രിയ നഗരത്തെയൊക്കെ വളയും എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ 8-ാമത്തെ വാക്യത്തില് അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിക്കുവാൻ പുറപ്പെടും. അവർ അർമൂദൻ യുദ്ധത്തിലും ഗോഗ് മഗോഗിന്റെ റെഫറൻസസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ യുദ്ധത്തിലും ഇവിടെ ഒരു വലിയ യുദ്ധം എന്ന് പറയാനില്ല, അർമൂദൻ യുദ്ധമാണ് അവസാനത്തെ യുദ്ധം എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഇത് ഇവരങ്ങ് പുറപ്പെടുന്നേ ഉള്ളൂ, പോയതിനു മുമ്പേ ഇങ്ങനെ അവര് ദഹിപ്പിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. എന്നാൽ ഈവൻ അർമൂദൻ യുദ്ധത്തിലും കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാളാകുന്ന വചനത്താല് അവര് കൊല്ലപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അർമൂദൻ യുദ്ധത്തിന്റെ കാര്യത്തെക്കുറിച്ചും അവിടെ വെളിപാട് 16-ാം അധ്യായത്തിലും തുടർന്നുള്ള റെഫറൻസസിലും ഒക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. അപ്പോൾ അർമൂദൻ യുദ്ധവും വളരെ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇതും പെട്ടെന്ന് ആകാശത്ത് നിന്ന്, ആ വെളിപാട് 20-ന്റെ 9-ാമത്തെ വാക്യം, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിശാചിന്റെ അന്ത്യം, അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് ആ വാക്യത്തിന്റെ റെഫറൻസ് ഒന്നും നമ്മൾ മറന്നു പോകരുത്. ഇവിടെ വെളിപാട് 20-ന്റെ 10, 2020 എന്നൊക്കെ ഓർക്കുന്ന പോലെ 2010, 20-ന്റെ 10, വെളിപാട് 20-ന്റെ 10 വഞ്ചിച്ച പിശാചിനെ അതിനു മുമ്പേ ഇട്ടിരുന്ന മൃഗത്തിന്റെയും, അതായത് ഇത് ക്രിസ്തുവിന്റെയും കള്ളപ്രവാചകൻ കിടക്കുന്ന ആ ഗന്ധക തീപുകയിലോട്ട് ഈ പിശാചിനെ തള്ളിയിടും. അവർ എന്നേക്കും ഈ 3 പേരും കൂടെ അവര് ഒരു തൃത്വം മാതിരി ദൈവത്തിന്റെ തൃത്വത്തെ അനുകരിക്കുന്ന അവരായിട്ട് ഭൂമിയിൽ വർത്തിച്ചവരായിരുന്നു. ദൈവം തൃത്വമല്ല ഏക വ്യക്തിത്വമാണെന്നൊക്കെ ദുരുപദേശം പറയുന്ന യേശുനാമക്കാരൊക്കെ അവർക്ക് തൃത്വത്തെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ പോലും സാത്താന് തൃത്വത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് സാത്താന് ദൈവത്തെ അറിയുകയും അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ യാക്കോബ് 2-ന്റെ 19-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അവന് തൃത്വത്തെക്കുറിച്ച് ഇന്ന് പല ക്രിസ്ത്യാനികളെന്ന് പറയുന്ന യേശുനാമക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് അവർക്ക് തൃത്വത്തെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും സാത്താന് ഈ തൃത്വത്തെ അറിയാവുന്നത് കൊണ്ട് അവൻ തൃത്വത്തെ അനുകരിച്ചുകൊണ്ട് സാത്താനും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ആകുന്ന ആ സാത്താന്യ തൃത്വം ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടപ്പെടുന്നതിന് ആപകല ദണ്ഡന സഹിക്കേണ്ടി വരുന്ന കാര്യവും പിന്നീട് വലിയ വെള്ളസിംഹാസനത്തിലുള്ള ആ ഒരു അവിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ വായിച്ചു. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പാണ് വിശ്വാസികൾക്കുള്ള പ്രതിഫലം, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അവിശ്വാസികൾക്കുള്ള ശിക്ഷാവിധി. അതിനുശേഷം അവസാനം നമ്മൾ വെളിപാട് 20-ന്റെ 15 തീപ്പൊയ്കയില് ആരെയൊക്കെ തള്ളിയിടും, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരെല്ലാം തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിച്ചു. അത് കഴിഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തില 21-ാം അധ്യായത്തിന്റെ വെളിപാട് 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ പുതിയ ആകാശവും യോഹന്നാൻ അപ്പോസ്തലൻ എത്ര വലിയൊരു ഭാഗ്യപദവിയാണ് ദൈവം കൊടുത്തത്. ആ പുതിയ സ്വർഗത്തെയും പുതിയ ഭൂമിയൊക്കെ ദർശനത്തില് അത് കാണുവാൻ. ശരിയാണ്, മാനുഷികമായിട്ട് നോക്കിയാൽ അതേ ഈ വയസ്സാം കാലത്ത് 90-ലേറെ വയസ്സുള്ള ഈ പടുവൃദ്ധനായിട്ടുള്ള ആൾക്ക് പല കാര്യവും ഉണ്ടായിരുന്നു. കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ദേ ഇപ്പൊ ഈ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട് അവിടെ ഒറ്റയാനായിട്ട് കഴിയേണ്ടി വരുന്ന ആളുകൾ അദ്ദേഹത്തെ ഒരുപക്ഷെ പരിഹസിച്ച് കാണുമായിരിക്കും. എന്നാൽ ദൈവത്താലെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടുള്ള കർത്താവിന് മറുപടി ചാരി കർത്താവിന്റെ വേല തികയ്ക്കുന്ന, നമ്മൾ ആ പാട്ടിലെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് പോലെ ആ രക്ഷകന്റെ വേല തികച്ചുകൊണ്ട് ആ വാർദ്ധക്യാധിക്യത്തിലും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് കർത്താവിന്റെ ആത്മാവില് കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച്, എഴുതരുതെന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതാതിരുന്ന്, ചില കാര്യങ്ങൾ എഴുതരുതെന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്നാൽ എഴുതാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ആ ഒരു യോഹന്നാൻ അപ്പോസ്തലന്റെ ആ ഒരു അവന് കൊടുത്ത വലിയൊരു പ്രിവിലേജ്, ഭാഗ്യപദവി, ഭാഗ്യം, ഇതെല്ലാം ദർശനത്തിൽ കാണുവാൻ ഞാൻ പുതിയ ആകാശവും അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും കണ്ടു. അപ്പൊ ഇപ്പോൾ ഉള്ള സ്വർഗവും ഭൂമിയും അല്ല, പുതിയ സ്വർഗവും പുതിയ ഭൂമിയും. ഈ പുതിയ ഭൂമിയിൽ എന്തില്ല? സമുദ്രമില്ല എന്നുള്ള കാര്യം കണ്ടു. ഇന്ന് 2/3 ഇന്ന്
ഏർത്തിന്റെ, അതായത് ഭൂമിയുടെ 2/3 സമുദ്രമാണ്. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പം നമ്മൾ എന്താ അവിടെ വായിച്ചത്? ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഉൽപ്പത്തി 1:1 ആകാശവും ഭൂമിയും കർത്താവ് സൃഷ്ടിച്ചു. അതിനുശേഷമാണ്, ലൂസിഫറിന്റെ പതനത്തിന് ശേഷമാണ് സമുദ്രം ഉണ്ടായത്. സമുദ്രത്തിൽ ഉണ്ടായിരുന്ന ആ മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യമൊക്കെ വെളിപാട് 20:13 നമ്മൾ കണ്ടായിരുന്നു. അത് ഒരു പക്ഷേ നോഹയുടെ കാലത്തുണ്ടായ ന്യായം വിധിക്കപ്പെട്ട ഭൂതാത്മാക്കളായിരിക്കാം എന്നുള്ള കാര്യമൊക്കെ നമ്മളെ തന്ത്യവിഭജന പുസ്തകത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. എന്നാൽ ആ സമുദ്രത്തിലുള്ള അതും എല്ലാം കഴിഞ്ഞു. സമുദ്രവും ഇനിയില്ല. പുതിയ ആകാശം പുതിയ ഭൂമി. അത് കഴിഞ്ഞിട്ട് പുതിയ യെരുശലേമിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. ആ പുതിയ യെരുശലേമിനെ കുറിച്ച് ആ വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇപ്പം അജ്ബേർ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജഗബേർ അത് വാക്യം 2. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ബാബിലോണിനെ മഹത്തായ നഗരമെന്നും വിളിച്ചപ്പോൾ യെരുശലേമിനെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ നഗരമെന്നാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയാണവൾ. അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് അലങ്കൃതയായിരിക്കുന്നത്. അലങ്കരിക്കുക എന്ന വാക്ക് 1 പത്രോസ് 3:4 നാം കാണുന്നു. ക്രിസ്ത്യൻ സ്ത്രീകളോട് അവിടെ തങ്ങളെ തന്നെ അലങ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നു. പൊന്ന്, പിന്നിമുടി, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. ദൈവം ഏറ്റവും വിലമതിക്കുന്ന സൗമ്യതയും സാവധാനതയുമുള്ള ഒരു ആത്മാവ് കൊണ്ടാണ് സ്വയം അലങ്കരിക്കേണ്ടത്. യേശുവിൻ്റെ സൗമ്യതയും താഴ്മയും പഠിച്ചിട്ടുള്ളവരാണ് ഇങ്ങനെ സ്വയം അലങ്കൃതരാകുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് പുറമേ എന്തെങ്കിലും തേജസ്സോ മഹത്വമോ ഇല്ല. മറിച്ച് ഒരു ആന്തരിക സ്വഭാവമാണ് ഉള്ളത്. സ്വഭാവത്തിൽ സ്വതവേ സൗമ്യതയുള്ളവരല്ല നമ്മളാരും. സ്വാഭാവികമായി പരുഷമായി പെരുമാറുന്നവരും വഴങ്ങാത്തവരും പ്രാകൃതരും നിഗളികളും ആണ് നാം. പക്ഷേ ഒരിക്കൽ നാം ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ സൗമ്യതയും താഴ്മയും കൊണ്ട് അലങ്കരിക്കുന്ന പ്രവൃത്തി നമ്മിൽ പരിശുദ്ധാത്മാവ് ആരംഭിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ ആ പ്രവൃത്തി ചെയ്യുവാൻ ഇന്ന് നാം അനുവദിക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ നമ്മൾ വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, പുതിയ യെരുശലേം, പുത്തൻ യെരുശലേം, ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, അതാണ് കർത്താവിന്റെ മണവാട്ടി സഭ. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം, ആ കുഞ്ഞാടിന്റെ കല്യാണം അവിടെ കർത്താവിന്റെ കാന്തയായിട്ട് ആയിത്തീരുന്ന ഒരു ചെറിയ സംഖ്യയെക്കുറിച്ച് നമ്മളവിടെ കാണുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു പുരുഷാരം, എണ്ണിയാൽ തീരാത്ത ഒരു പുരുഷാരം കർത്താവിനെ സ്തുതിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വെളിപാട് 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൗണ്ട്ലെസ് മൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. എല്ലാവരും, എല്ലാ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നുമെല്ലാം അതില് അബോർട്ടഡ് ബേബീസ്, അതായത് ഭ്രൂണഹത്യ നടത്തപ്പെട്ട ആത്മാക്കൾ, ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളും, ഒരു ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി, ഒരു കാര്യപ്രാപ്തിയാകുന്നതിന് മുമ്പേ മരിച്ച കുഞ്ഞുങ്ങളുടെ ആത്മാക്കളും ബുദ്ധിമാന്യത്തോടെയൊക്കെ ജീവിച്ച അവരുടെ ആത്മാക്കളും ഒക്കെ അതെല്ലാം ഉൾപ്പെടുന്ന എല്ലാ വിശ്വാസികളും, എല്ലാം വീണ്ടും ജനിച്ച വിശ്വാസികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു മഹാപുരുഷാരത്തെ നമ്മൾ വെളിപാട് 7:9 വായിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു പുത്തൻ യെരുശലേം എന്നൊരു വിശുദ്ധ നഗരം. ആ പുത്തൻ യെരുശലേം അതാണ് കാന്ത എന്നുള്ളൊരു കാര്യം. കാന്തയായിട്ട്, തൻ്റെ മണവാളനായിട്ട് ഒരുങ്ങിയിട്ടുള്ള കാന്തയായിട്ട്, മണവാട്ടിയായിട്ട് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്.
144,000 പേര് എന്നുള്ള ഒരു ചെറിയൊരു സംഖ്യയെക്കുറിച്ച് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എണ്ണാവുന്ന ഒരു സംഖ്യയെക്കുറിച്ചാണ് നമ്മൾ വെളിപാട് 14 അധ്യായത്തിന് ആദ്യത്തെ 5 വാക്യങ്ങൾ വായിച്ച്. വെളിപാട് 7:9 എണ്ണി എണ്ണിയാൽ തീരാത്ത വലിയ മഹാപുരുഷാരമാണെങ്കിൽ എന്നാൽ ജയിക്കുന്നവര്, കർത്താവിനോട് വിശ്വസ്തരായിട്ടുള്ളവർ, നൂറുമേനി ഫലം കായ്ച്ചവര്. നൂറുമേനി ഫലം കായ്ച്ചതെന്ന് ഞാൻ പറയാം ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു എന്നല്ല, അവരുടെ ജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടായി. പക്ഷേ അവരത് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് അവർ ദൈവമുമ്പാകെ തങ്ങളതിന് എപ്പോഴും പൂജ്യമായിട്ട്, സീറോ ആയിട്ട്, ദൈവത്തിന് തങ്ങളിൽ വന്ന് 100% വന്ന് നിറയുവാനായിട്ട് അനുവദിച്ചു കൊടുത്ത്, തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അവിടെയെല്ലാം ക്ഷമയോടെ ഫലം കായ്ക്കുന്നവരാണ് നൂറുമേനി ഫലം കായ്ക്കുന്നവർ. അത് ആ ക്ഷമയോടെ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ കർത്താവ് കർത്താവ് വിതയ്ക്കുന്നതിൻ്റെ ഉപമയിലാണ് 100 മേനി 60 മേനി 30 മേനി എന്നുള്ള ഒരു 3 കാറ്റഗറിയെ കുറിച്ച്, നല്ല നിലത്തെ തന്നെ 100 മേനി 60 മേനി 30 മേനി എന്ന് കർത്താവ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് മർക്കോസിലും മത്തായിലുമാണ് ആ കാറ്റഗറൈസേഷൻ 100 മേനി 60 മേനി 30 മേനി നമ്മൾ കാണുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ 8-ാം അധ്യായത്തിൽ ഈ നല്ല നിലത്ത് ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പം അവിടെ നമ്മൾ എന്താ വായിക്കുന്നേ, അവിടെ അവരെങ്ങനെ ഫലം കായ്ക്കുന്നു എന്നുള്ള കാര്യം അതിന്റെ ലൂക്കോസ് 8:15 വായിക്കുന്ന, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ക്ഷമയോടെ എന്ന് പറഞ്ഞാൽ പെർസീവറൻസ്, ഹുപ്പാമനി എന്ന് പറഞ്ഞൊരു വാക്കാണ്. പെർസീവറൻസ്, ക്ഷമ, പേഷ്യൻസ്, സ്ഥിരതയോടെ, സഹിഷ്ണുതയോടെ, അതായത് തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും വീഴ്ചകളും ഒക്കെ വന്നെങ്കിലും അവർ നിരാശപ്പെട്ടു പോകാതെ, ദൈവത്തിനെതിരെ പരാതിയും പിറുവിറുപ്പും പറഞ്ഞ് ദൈവത്തിനെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കാതെ അവർ വീണ്ടും തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ക്ഷമയോടെ ഫലം കായ്ച്ച് അങ്ങനെ പൂർണ്ണക്ഷമയോടെ ഫലം കായ്ക്കുന്നവരാണ് 100 മേനി ഫലം കായ്ക്കുന്നവരായിട്ട് ആയിത്തീരുന്നത്. അങ്ങനെ ആ 100 മേനി ഫലം കായ്ക്കുന്നവരാണ് കർത്താവിന് കാന്തയായിട്ട് തീരുന്നത്. 60 മേനിയും 30 മേനിയും ഫലം കായ്ക്കുന്നവരായിരിക്കാം വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരായിട്ട് ആയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 19 അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പം കഥ അവിടെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തില് 100 മേനി ഫലം കായ്ക്കുന്നവരാണ് ജയാളികളായിട്ട് കർത്താവിന്റെ സിംഹാസനത്തിലിരിക്കുന്നത്. എല്ലാവരും കാന്തയായിട്ട് സിംഹാസനത്തിലിരിക്കൂ, ജയിക്കുന്നവനാണ് എൻ്റെ കൂടെ സിംഹാസനത്തില് ഇരിക്കുവാൻ ഞാൻ വരം നൽകുമെന്ന് കർത്താവ് വെളിപാട് 3:21 ലവോദിക്ക സഭയോട് പറയുന്നത്. എന്നാ വിശ്വാസത്തിൽ അവസാനം വരെ നിലനിൽക്കുന്നവര്, വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ അവസാനം വരെ നിലനിൽക്കുന്നവര് തീർച്ചയായിട്ടും അവര് സ്വർഗത്തിൽ കാണും. എന്നാൽ അവരുടെ 30 മേനി ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ജസ്റ്റ് കഷ്ടിച്ച് പാസ്സായി, അവരുടെ വർക്ക്സ് എല്ലാം അങ്ങ് ബേൺഡപ്പ് ആയി പോയി, അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളൊക്കെ അങ്ങ് എരിഞ്ഞു പോയി, അവർ മാത്രം അങ്ങ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 3:15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ 60 മേനി ഫലം കായ്ച്ചവരുണ്ട്. അതായത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് പോലെ 30 മേനി 60 മേനി 100 മേനി അങ്ങനെയുള്ളവർ. നമ്മളെ വെളിപാട് 19-ാം അധ്യായത്തിൽ അവര് അതിന് 9-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. എന്നാൽ കാന്തയാരും കല്യാണ സദ്യക്ക് ക്ഷണിക്കത്തില്ല, കാന്തയുടെ കല്യാണമാണ്. അപ്പൊ ഇത് ക്ഷണിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്, പിന്നെ കാന്തയായിട്ടായിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മള് പ്രതിഫലം തരുവാനായിട്ട് കർത്താവ് വരുമ്പോൾ നമ്മുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചായിരിക്കും പ്രതിഫലം, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് അതുകൊണ്ട് എനിക്ക് അവരെ പോലെ കഴിവില്ലല്ലോ, എനിക്ക് അവരെ പോലെ താലന്തുകളില്ലല്ലോ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ലഭിച്ചതിനോട് കർത്താവ് കൂടുതൽ ചോദിക്കും എന്നാണ് നമ്മൾ ലൂക്കോസ് 12:48 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് തന്ന വെളിച്ചത്തിനൊത്തവണ്ണം നാം സമ്പൂർണ്ണമായിട്ടും കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്കും കർത്താവിനോട് കൂടി, ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടി ആത്മാവിൽ ചേർന്നിരിക്കുന്നവരാണെങ്കിൽ അന്നും നമ്മൾ കർത്താവിനോട് കൂടി ചേർന്നിരിക്കും. ഇന്ന് നമ്മൾ ദൂരം വിട്ട് പിൻചെല്ലുന്നു, നമ്മൾ മീറ്റിങ്ങിനൊക്കെ ഒന്ന് കഷ്ടിച്ച് അറ്റൻഡ് ചെയ്യുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു, പറയുന്നു, ശരിയാണ്. എന്നാൽ നമുക്ക് വേണ്ടി തന്നെ അങ്ങ് ജീവിക്കുന്നു. നമ്മളുടെ ജീവിതം അങ്ങ് നമുക്ക് വേണ്ടി നമ്മിൽ തന്നെ കേന്ദ്രിതമായിട്ടുള്ള ജീവിതം. പിന്നെ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട്, ബുധനാഴ്ച ക്രിസ്ത്യാനികളായിട്ട് കുറച്ച് സമയമൊക്കെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു, കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരല്ല ഇന്ന്. അപ്പൊ അന്ന് നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റത്തില്ല, കർത്താവിനോട് നമുക്കൊരു ഗ്യാപ്പായിരിക്കും. എന്നാൽ ഇന്ന് കർത്താവിനോട് ചേർന്നിരിക്കുന്നവരാ അന്നും കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. അത് കർത്താവിൻ്റെ
അതുകൊണ്ടാണ് നമ്മൾ എത്രമാത്രം ഹോൾ ഹാർട്ടഡ് ആയിരിക്കണം. അന്ന് നമുക്ക് കർത്താവിൻ്റെ മുമ്പാകെ കണക്ക് കൊടുക്കുമ്പോൾ അന്ന് നമുക്ക് 30 മേനിയേ മാർക്കുള്ളൂ. എൻ്റെ എൻട്രൻസിൻ്റെ കീ ഒക്കെ വന്നിട്ട് ഇനോ എത്ര ശരിയായിട്ടുണ്ട്, എത്ര മാർക്കുണ്ട്, എത്ര സ്കോർ ഉണ്ട്, അപ്പോൾ 30% ഉള്ളൂ, 60% ഉള്ളൂ എന്നറിയുമ്പോൾ അന്ന് പിന്നെ പിന്നെ ഒരു തിരിച്ചു വരവില്ല. അയ്യോ കർത്താവേ, എനിക്ക് കുറച്ച് ഒരു 2 വർഷം കൊടുത്താൽ, അല്ലെങ്കിൽ കുറച്ച് ഇനി ഞാൻ പൂർണ്ണമായിട്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു തിരിച്ചു വരവില്ല, പിന്നെ നമുക്കൊരു ചാൻസ് ഇല്ല. എന്നാൽ ഇപ്പം നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ഒരു സമയത്ത് ദൈവം നമുക്ക് ഇതുപോലെയുള്ള മുന്നറിയിപ്പിന്റെ വാക്കുകളും ഉത്സാഹത്തിന്റെ വാക്കുകളും എല്ലാം ദൈവം നമ്മളെ കേൾപ്പിക്കുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് മാനസാന്തരപ്പെടാനുള്ള സമയം. ഇപ്പോഴാണ് ഞാൻ വിശ്വാസി, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ കാണും. എന്നാൽ സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ ഒരു പൊസിഷൻ ആയിരിക്കത്തില്ല. നരകത്തിന്റെ കേന്ദ്രത്തിലെ പിശാചും മൃഗവും എതിർ ക്രിസ്തുവും പിശാചും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും നരകത്തിന്റെ അല്ല, നരകത്തെ തീപ്പൊയ്കയിലോട്ട് ഇടും. ആ തീപ്പൊയ്കയുടെ ഒത്ത നടുക്കായിരിക്കും പിശാചും എതിർ ക്രിസ്തു കള്ളപ്രവാചകനും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അവിടെ ഒരു അവരുടെ പ്രവർത്തികൾക്ക് ഒത്തവണ്ണം ന്യായവിധി ഉണ്ടായതായിട്ടൊക്കെ നമ്മൾ വെളിപാട് 20-12 13 ഒക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പം അവിടെയും ഒരു പക്ഷേ ഒരു കോൺസെൻട്രിക് സർക്കിൾസ് മാതിരി എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ശിക്ഷ ആയിരിക്കത്തില്ല. നരകത്തിന്റെയും പെരിഫറിയിലുള്ള ആൾക്കാരും കാണും. എന്നാൽ കൂടുതൽ പാപത്തിന് തീവ്രതയും ഒക്കെ അനുസരിച്ച് കൂടുതൽ അറിഞ്ഞിട്ടും പാപം ചെയ്തിട്ടുള്ളവർക്ക് കൂടുതൽ അടി കിട്ടും എന്നൊക്കെ നമ്മളവിടെ കർത്താവിന്റെ ഉപമകളിലൊക്കെ വായിക്കുന്നുണ്ട്. അറിഞ്ഞിട്ടും ചെയ്യാത്തവന് കൂടുതൽ അടി കിട്ടും എന്നുള്ള കാര്യമൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള നരകത്തിന് പല തരത്തിലുള്ള ശിക്ഷാവിധികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലും പല വിധത്തിലുള്ള പ്രതിഫലം ഉള്ളത്. നമ്മൾ അങ്ങ് വിശ്വാസിയായി നമ്മൾ ഏറ്റവും നല്ല ചർച്ചിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഏറ്റവും കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മുടെ അത്രയൊന്നും വെളിച്ചമില്ലാതെ വേറെ ഒരുപക്ഷെ ഉപദേശപരമായിട്ടും വേറെ പല കാര്യങ്ങളിലുമൊക്കെ നമ്മളെക്കാട്ടിൽ അത്ര വെളിച്ചമൊന്നും ഇല്ലാത്തവര് ചിലരായിരിക്കും ഒരുപക്ഷെ നമ്മളെക്കാട്ടിൽ അവിടെ മുൻപന്തിയിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്നാൽ നമുക്ക് ഇന്ന് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിനൊത്തവണ്ണം നമുക്ക് സമ്പൂർണ്ണമായിട്ടും കർത്താവിനായിട്ട് ജീവിപ്പാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ നഗരമായിട്ട് ഇന്ന് നമ്മൾ വിശുദ്ധിയും വേർപാടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അന്നും വിശുദ്ധ നഗരത്തിന്റെ ഭാഗമായിട്ട് അന്ന് നമ്മൾ വെളിപ്പെടും. ഇന്ന് നമ്മൾ ലോകത്തിന്റെ കൂടെ ഇഴുകിച്ചേർന്ന് ലോകക്കാരോടുകൂടി ചേർന്ന് ലോകത്തിൻ്റെതായ പാപങ്ങളിൽ ഒരു മനസാന്തരം ഇല്ലാതെ നമ്മൾ അങ്ങനെ അങ്ങ് അഭിരമിക്കുന്നവരാണ് എന്നുള്ളെങ്കിൽ അന്ന് നമുക്ക് എങ്ങനെ വിശുദ്ധ നഗരമായിട്ട് വെളിപ്പെടാനൊക്കും? ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? വെളിപാട് 21:1 പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ബാബിലോണിനെ കുറിച്ച് പറയുന്ന മഹതിയാം ബാബിലോൺ ദ ഗ്രേറ്റ്. അവള് ലോകക്കാരുടെ മുമ്പാകെ വലിയ ഗ്രേറ്റ് ആയിരുന്നു. ഗ്രേറ്റ് ബാബിലോൺ, വലിയ സ്ട്രക്ചേഴ്സ്, വലിയ മണിമാളികകൾ, വലിയ 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 സൗധങ്ങൾ മാതിരിയുള്ള പള്ളികള്, അമ്പരചുംബികളായിട്ടുള്ള വലിയ പള്ളികള്, മണിമാളികള്, കൊട്ടാരങ്ങള്, അതുപോലെയൊക്കെയുള്ള വലിയ വലിയ ഗ്രേറ്റ്, കണ്ടാൽ തന്നെ അങ്ങ് കണ്ണഞ്ചിച്ച് പോകുന്ന രീതിയിലുള്ള വലിയ 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 കാര്യങ്ങളെല്ലാം ഉള്ള അതെല്ലാം ബാബിലോൺ ദ ഗ്രേറ്റ്. ആ ഒരു ലോകത്തിന് മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ മഹത്വരമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പാവുന്നു. കഴിഞ്ഞ ആഴ്ച ബെൽജിയ വേഴ്സ് എടുത്ത് പറഞ്ഞായിരുന്നു, ലൂക്കോസ് 16:15 വാക്യം. അപ്പൊ ആ ലോകത്തിന് മുമ്പാകെ വലിയ കാര്യങ്ങൾ, അതാ മഹതിയാം ബാബിലോൺ. യേശുവിന്റെ പേര് പറഞ്ഞ് ലോകത്തിന് പിന്നാലെ പോകുന്നത്. ലോകത്തിന് പിന്നാലെ എന്ന് പറഞ്ഞാൽ എന്താ? കൺമോഹൻ, ജഡമോഹൻ, ജീവിതത്തിന്റെ പ്രതാപം. നമ്മൾ മുമ്പേ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ MHP, മണി ഓൺ ആ പ്ലഷേഴ്സ്. ആ ലോകത്തിന്റെ ഒരു MHP ഉണ്ട്. ലോകത്തിന്റെ ഒരു പണസ്നേഹം, മനുഷ്യമാനം തേടുന്നത്, ജഡിക സുഖങ്ങള്, അതിന്റെ പിന്നാലെ പോകുന്ന എന്നാൽ യേശുവിന്റെ പേരും പറഞ്ഞ് ഇതിന്റെ പിന്നാലെയാ പോകും. യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മള് മാധ്യമങ്ങളിൽ തന്നെ ഇന്ന് ക്രിസ്തീയ എന്ന് പറയുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ യേശുവിന്റെ പേരും പറഞ്ഞുള്ള വലിയ വലിയ സഭാ നേതാക്കന്മാരുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ വെട്ടിത്തുറന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് അത്രമാത്രം അതെല്ലാം ഓരോരുത്തർ പറഞ്ഞ ഇതെല്ലാം കൂടെ പുറത്തു വരുന്നത് നല്ല കാര്യം. എന്താ അങ്ങനെങ്കിലും ആരെങ്കിലും ഒക്കെ വഞ്ചനയിൽ നിന്ന് മുക്തരായിട്ട് അവര് യാഥാർത്ഥ്യം തേടി വരുവാണെങ്കിൽ അത്രയും നല്ല കാര്യം. ഇങ്ങനെയുള്ള യേശുവിന്റെ പേര് നടക്കുന്ന ഇപ്പൊ നമ്മൾ അയ്യോ കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടില്ലേ? ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന സഭാപ്രസ്ഥാനങ്ങളുടെയും അവരുടെ തൊലിയുരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെളിവായിട്ട് വരുമ്പോൾ കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടുകയില്ല.
യഥാർത്ഥത്തില് കർത്താവിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ നാമം അപമാനിക്കപ്പെടുന്നു. അവര് അത് ഇന്നല്ലെങ്കിൽ നാളെ അത് എക്സ്പോസ്ഡ് ആയിട്ട് വരണം. അപ്പൊ അത് ദൈവം പല രീതിയിൽ നമുക്ക് ഓരോരുത്തരും ചെയ്യുന്ന രീതികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. എങ്കിലും ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം ചില പലരെയൊക്കെ ഉപയോഗിച്ച് യേശുവിന്റെ പേരിൽ നടക്കുന്ന പല തരത്തിലുള്ള ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ വെളി കൊണ്ടുവരുന്നത് വലിയ നല്ല കാര്യം തന്നെ. വെച്ചാൽ അങ്ങനെങ്കിലും ചിലരെങ്കിലും ആ, ഇതൊക്കെ കേട്ടിട്ടും വഞ്ചിക്കപ്പെടാനായിട്ട് ഞങ്ങളെ വഞ്ചിച്ചു ഇന്ന് പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. അവര് പിന്നെ അവര് അവര് വഞ്ചിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന ആൾക്കാരാ. സത്യത്തെ സ്നേഹിക്കാത്തവർ അങ്ങനെയുള്ളവർ വഞ്ചിക്കപ്പെടും. അത് കർത്താവിന്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെയൊക്കെ ഈ ഇതിന്റെയൊക്കെ ഉള്ളറകളിലുള്ള കാപട്യവും പണസ്നേഹവും ജഡികതയും എല്ലാമെങ്കിലും ഒക്കെ ഒന്ന് പുറം ലോകം അറിഞ്ഞ് ഇതിന്റെയൊക്കെ പൊള്ളത്തരം മനസ്സിലാക്കി ഈ ബാബിലോൺ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന്, ബാബിലോൺ എന്ന് പറയുമ്പോൾ അത് കത്തോലിക്ക സഭ മാത്രമല്ല, കത്തോലിക്ക സഭയിൽ നിന്ന് ഡോട്ടർ ഹാർലറ്റ്സ് ആയിട്ട് വേശ്യാ മക്കളായിട്ട് വേശ്യാ മകളുമാരായിട്ട് ഉള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളും ലോകത്തിന്റെ പിന്നാലെ ഏതൊക്കെ അതായത് ഇന്ന സഭ ഈ സഭ ആ സഭ എന്നല്ല, യേശുവിന്റെ പേര് പറഞ്ഞ് പണം, പണസ്നേഹം, ജഡികമോഹങ്ങള്, മനുഷ്യമാനം, മണി ഓണ പ്ലഷേഴ്സ്, യേശുവിന്റെ പേരും പറഞ്ഞ് ഈ MHP മണി ഓണ പ്ലഷേഴ്സിന് പിന്നാലെ പോകുന്ന ഏതൊക്കെ സഭകളുണ്ടോ, അതിനിപ്പോ എന്ത് ലേബലുള്ള സഭകളാണെങ്കിലും അതെല്ലാം ബാബിലോണിന്റെ പാർട്ടാണ്. അപ്പൊ ആ ബാബിലോണ് അത് അത് ദൈവം ന്യായം വിധിക്കുന്ന, ദൈവം അത് പരമമായിട്ട് ന്യായം വിധിക്കുന്ന ഒരു നാൾ വരും. എന്നാൽ ഇന്ന് തന്നെ അതിനെതിരെ സംസാരിക്കുകയും അതിന്റെ വഞ്ചനയ്ക്കെതിരെ നിലകൊള്ളുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ആൾക്കാര് ആരെങ്കിലും ഒക്കെ ആ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലത്. അവര് യഥാർത്ഥത്തിലുള്ള സത്യം കണ്ടെത്തുവാണെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ ഇതൊക്കെ കണ്ട് മനമെടുത്ത് വിശ്വാസം വിട്ടുപോകുന്നവരോ അല്ലെങ്കിൽ മനമെടുത്ത് എന്ത് പോകണമെന്ന് അറിയാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സത്യം അന്വേഷിക്കുന്നവര് ദൈവം പുത്തൻ അവരെ സിയോനിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സിയോൻ, ദൈവം പണിയുന്ന സിയോനിന്റെ പ്രത്യേകത നമ്മൾ സാഗ്ബേറിന്ന് എപ്പോഴും പലപ്പോഴും കേട്ടിട്ടുണ്ട്. യെരമ്യാവ് 3-ാം അധ്യായത്തില് പറയുന്ന ഒരു വാക്യമുണ്ട്. ദൈവം ഒരു പട്ടണത്തിൽ നിന്ന് 2 പേരെയും വേറൊരു നഗരത്തിൽ നിന്ന് 3 പേരെയൊക്കെ കൊണ്ടുവരുന്ന ഒരു സിയോൻ, പുതിയ നിയമസഭയുടെ ഒരു പ്രതീകം നമ്മൾ യെരമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പുത്തൻ യെരൂശലേമിന്റെ കാര്യം വായിക്കുമ്പം പുത്തൻ യെരൂശലേമിന്റെ ഒരു ചിത്രമാണ് സിയോൻ എന്ന് നമ്മൾ പറയുന്നത്. ആ സിയോൻ അത് അവിടെ യെരമ്യാവ് 3-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അതിന്റെ അവസാനം? നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക, നീ ഇത് മാത്രം ചെയ്താൽ മതി. ഒള്ളി അക്നോളജ് എനിക്കിരുന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിന്റെ കുറവുകൾ നീ അങ്ങ് സമ്മതിച്ച് ദൈവഭാഗ്യം ഒന്ന് താണു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വിശ്വാസത്യാഗികളായ മക്കളെ, 14-ാമത്തെ വാക്യം, മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തിനെയും ചില വലിയ വലിയ ആൾക്കൂട്ടമല്ല, വലിയ മെഗാ ചർച്ചസിൽ ഇങ്ങനെ 10,000 ലക്ഷങ്ങൾ കൂടുന്ന വലിയ ഒന്നുമല്ല, ഒരു പട്ടണത്തിൽ നിന്ന് ഒരാളേ ഉള്ളൂ. അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വലിയവരായിരുന്ന സമയത്ത് അവിടെ ഒരിക്കൽ വിക്ടർ ബേർ അവിടെ വചന ശുശ്രൂഷിക്കാനായിട്ട് വന്ന സമയത്ത് അപ്പൊ ഞാനിങ്ങനെ ബ്രദറിനോട് ഇങ്ങനെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബ്രദറിനോട് ഞാനിങ്ങനെ പറയും, ബ്രദർ പലരോടും ഒക്കെ കർത്താവിനെ കുറിച്ച് പറയുന്നൊക്കെ ഉണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നവരൊക്കെ വളരെ ചുരുക്കമാണല്ലോ. ഇങ്ങനെ അത് ആ ഒരു താല്പര്യത്തോടെ അത് ഏറ്റെടുക്കുന്നു. ബ്രദർ അങ്ങനെയേ ഉള്ളൂ. അപ്പം ബ്രദർ ഈ വാക്യം അങ്ങനെ റെഫർ ചെയ്തു. അതായത് ഒരു പട്ടണത്തിൽ നിന്ന് ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചർച്ചിലൊക്കെ അവിടുന്ന് ഇന്നടത്തുനിന്ന് കറ്റാനത്തുനിന്ന് 2 ഫാമിലി, അവിടെ അടൂരിൽ നിന്ന് 1 ഫാമിലി, പിന്നെ അവിടെ മുട്ടത്തുനിന്ന് 1 ഫാമിലി, കരുനാഗപ്പള്ളിയിൽ നിന്ന് 1 ഫാമിലി, അങ്ങനെ അങ്ങനെ അവിടുന്ന് പട്ടോളി മാർക്കറ്റിൽ നിന്ന് 1 ഫാമിലി, അങ്ങനെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. ശരിയാണ്, ദൈവം ഇനിയും അനേകരെ കൊണ്ടുവരും. ദൈവം യഥാർത്ഥത്തിൽ ദാഹമുള്ളവരെ. എന്നാൽ പട്ടണത്തിൽ നിന്ന് ഒരുത്തനെയും വംശത്തിൽ നിന്ന് 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. അവിടെ സിയോനിലാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ളതെന്ന് എങ്ങനെ മനസ്സിലാവുന്ന ചോദിച്ചാൽ, സിയോനിലെ കർത്താവ് എന്താ തരുന്നേ? ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. കർത്താവിൻ്റെ ഹൃദയത്തിനൊത്ത ഷെപ്പേർഡ്സ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, മനസ്സിനൊത്ത എന്നുള്ള ഹൃദയത്തിനൊത്താന്ന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. എൻ്റെ ഇബ്രായ ഭാഷയിലുള്ളത് ഞാൻ നോക്കണം. ഷെപ്പേർഡ്സ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, ഹൃദയത്തിനൊത്ത, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇടയനായിരുന്നു ദാവീദ് അതിവേ ഒരു ഇടയനായിരുന്നു അക്ഷരികമായിട്ടും. അവനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി മാറ്റി അവിടെ ഇസ്രായേൽ മക്കളെ
ഒരു സമയത്തേക്ക് മേയ്ക്കുവാൻ തക്കവണ്ണം ആ ഇടയനായ ദാവീദിനെ ദൈവം ഉപയോഗിച്ചു. ദാവീദ് പുത്രനായിട്ടുള്ള കർത്താവും ഞാൻ തന്നെ നല്ല ഇടയെന്ന് പറയുന്നു. ഇന്ന് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള കർത്താവ് പണിയുന്ന സഭയിൽ കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാർ, ഒരു ഇടയനല്ല, ഇടയന്മാർ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണം. എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടുന്നത് കരുതുവാനും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം അവരുടെ ആവശ്യങ്ങളെ അറിയുകയും നോക്കുകയും പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടയന്മാർ. അതായത് ഗിവ് യു ഷെപ്പേർഡ്സ് പ്ലൂറൽ, ഇടയന്മാർ. ഇന്ന് നമ്മൾ യുനോ ബാബിലോണിയൻ സിസ്റ്റം ഓഫ് ചർച്ചസിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ നയിക്കപ്പെടുന്ന സഭ എന്ന്. അത് ദൈവജന പ്രകാരമുള്ള ഒരു കാര്യമല്ല. എൽഡേഴ്സിനെ നിയമിച്ചു, പ്ലൂറൽ, ബഹുവചനത്തിലാണ്. മൂപ്പന്മാരെ നിയമിച്ചതായിട്ട് പൗലോസ് മൂപ്പന്മാരെ നിയമിച്ചു എന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും തീത്തോസിലും തിമോത്തിയോസിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ്. അപ്പം അതാ ഷെപ്പേർഡ്സ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. അപ്പൊ എൽഡേഴ്സ് മാത്രമല്ലേ ഒരു സഭയിൽ ഇടയന്മാരായിട്ടുള്ളത് എന്ന് ഇടയന്റെ ഹൃദയത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന അനേകര്. അത് എൽഡേഴ്സ് മാത്രമല്ല, എൽഡേഴ്സ് സഭയെ നയിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചവര് എന്ന ഇടയന്റെ ഹൃദയത്തോടെ മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും അവർക്കായിട്ട് പ്രാർത്ഥന ജാഗരിക്കുന്നവരെല്ലാം ഇടയന്മാരാണ്. അവരെ ആരെയും അപ്പോയിന്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇടയന്മാർ, ആ ഇടയൻ എന്നുള്ള വാക്കാണ് പാസ്റ്റർ എന്നുള്ള വാക്ക്. ഇന്ന് ആ പാസ്റ്റർ എന്നുള്ള വാക്കാണ് ഇന്ന് ഒത്തിരി അതൊരു ടൈറ്റിലായിട്ടാക്കി പലരും ദുരുപയോഗം ചെയ്യുന്നു. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്ന് അങ്ങ് പാസ്റ്ററായി, പിന്നെ ഏത് സഭയിലോട്ട് പോയി എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള ഒരു നിയമനങ്ങളും അപ്പോയിന്റ്മെന്റ്സും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പുതിയ നിയമസഭയിൽ ഒന്നാം നൂറ്റാണ്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഓരോ സമ്പ്രദായങ്ങളാണ് ബൈബിൾ സ്കൂളുകളും ഇതുപോലെയൊക്കെയുള്ള പാസ്റ്റർ നിയമനങ്ങളും. ഓരോ സഭകൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാസ്റ്ററെ അവര് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് തെരഞ്ഞെടുക്കുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ പരിഹാസ്യമായിട്ട് തോന്നി. എന്നാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ നിയമസഭയിൽ എന്താ കാണുന്നത്? ഇപ്പം പൗലോസ് ഒരിടത്തുനിന്ന് കുറെ പേരെ വിശ്വാസത്തിലേക്ക് നയിച്ച് അവരെ ഒരു സഭയായിട്ട് അവരെ ഒരിടത്ത് ആക്കി വെച്ച് അവരെ പരിപാലിക്കുമ്പോൾ അവരിൽ നിന്ന് തന്നെയുള്ള ആത്മീയമായിട്ട് മൂത്തവരെ എൽഡേഴ്സായിട്ട് മൂപ്പന്മാരായിട്ട് അപ്പോയിന്റ് ചെയ്ത് പൗലോസ് വേറെ ഇടങ്ങളിലേക്ക് പോയതായിട്ടൊക്കെയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത്. അല്ലാതെ വേറെ എവിടുന്നോ വരുന്ന ആളെ 3 വർഷത്തേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ അവരുടെ ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ട്രാൻസ്ഫർ അടിക്കുന്നു, പിന്നെ വേറൊരാൾ വരുന്നു. ഇതൊക്കെ ഏതാണ്ട് ഗവൺമെന്റ് സർവീസിലായി 3 വർഷത്തെ ട്രാൻസ്ഫർ ഒക്കെ എന്ന ആ കാര്യങ്ങളൊക്കെ ഇന്ന് ക്രിസ്തീയ ലോകം എന്ന് പറയുന്ന ലോകത്ത് നടക്കുന്നത്. അപ്പം അത് നമ്മളിവിടെ 15-ാമത്തെ അതിപ്പം സാമുദായിക എപ്പിസ്കോപ്പൽ ചർച്ചസിലും ഇതുപോലെ കുറെ കഴിയുമ്പോൾ അച്ഛന്മാരെന്ന് പറയുന്ന ആൾക്കാർ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. അതൊന്നും ദൈവവചന പ്രകാരമുള്ള സഭയുടെ ആ ഒരു പാറ്റേണേ അല്ല എന്നുള്ള കാര്യമാണ്. നമ്മൾ ദൈവവചനം എടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും എന്താ സഭയുടെ പാറ്റേൺ എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ഒരു സഭയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്ന അത് ആ പ്രകാരം അതെ. അപ്പൊ അത് ഇടയന്മാരെ നൽകും. അപ്പം അതെ, ഞാൻ നിങ്ങളെ ആ ഇടയന്മാരുടെ പ്രത്യേകത എന്താ? അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടി മേയിക്കും. ദേ വിൽ ഫീഡ് യു ഓൺ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓൺ നോളജ് എന്ന് പറയുമ്പോൾ ബൈബിൾ നോളജ് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നല്ല, നോയിങ് ഗോഡ്, ദൈവത്തെ അറിയുന്നവരായിട്ട്, ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുന്നതിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഇടയന്മാര്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്സ് വേസ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ആ ഒരു ബുദ്ധിയിലുള്ള ജ്ഞാനമല്ല, മറിച്ച് കർത്താവിനെ അറിയുന്ന ആ ഒരു അറിവിലേക്ക് നയിക്കും. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്സ് വേസ്, ദൈവ വഴികളെ അറിയുന്നതിലേക്ക്. ദൈവം നിഗളുകളെ എതിർക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ദൈവത്തിന്റെ വഴികൾ എങ്ങനെയാണ്, ദൈവത്തിന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ആ ഹൃദയത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ വിധങ്ങളും ദൈവത്തിന്റെ സ്വഭാവവും ആ കാര്യങ്ങളെക്കുറിച്ച് വചനത്തിൽ നിന്ന് ആത്മീയമായിട്ട് ഫീഡ് ചെയ്യുന്ന ഇടയന്മാർ അങ്ങനെയുള്ളിടത്തേക്ക് നയിക്കും. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള സിയോനിൽ അങ്ങനെയുള്ള ഇടയന്മാരുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ച് ഇവിടെ വെളിപാട് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതെ, അങ്ങനെ ദൈവം പലയിടങ്ങളിലും പുത്തൻ യെരൂശലേമിന്റെ ഒരു പ്രതീകമായിട്ടുള്ള മണവാട്ടി സഭകളെ പണിയുന്ന ഒരു ബിസിനസ്, പണിയുന്ന ഒരു പ്രവൃത്തിയിലാണ് കർത്താവ് ഉള്ളത്. ഹാവ് ഐ നോട്ട് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ് എന്ന് കർത്താവ് പറഞ്ഞ കാര്യം നമ്മളത് NKJV
ഫാദേഴ്സ് ബിസിനസ് എന്നുള്ളൊരു ആ ഒരു പദപ്രയോഗം നമ്മൾ വായിക്കുന്നത്. ഞാൻ ആ പറയുന്ന വേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ ഫാദേഴ്സ് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്ത് എപ്പോഴാ? 30 വയസ്സിലാണോ? അല്ല. നമ്മൾ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ 12 വയസ്സേ ഉള്ളൂ. കർത്താവ് ഒരു ജസ്റ്റ് ഒരു ടീനേജർ ആവാൻ പോകുന്നേ ഉള്ളൂ. 13 വയസ്സ് മുതലേ ടീനേജർ എന്നൊക്കെ നമ്മൾ പറയുന്നത്, 13. എന്നാൽ 12 വയസ്സിൽ തന്നെ അവിടെ പിതാവിന്റെ കാര്യങ്ങളിൽ അതുപോലെ ഒരു ഭാരം ഉണ്ടായിരുന്ന ഒരു യേശു ബാലകനെ നമ്മളവിടെ കാണുന്നുണ്ട്. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ അതിന്റെ 42-ലാണ് കർത്താവ് 12 വയസ്സായപ്പോൾ പതിവ് പോലെ പെരുന്നാളിന് പോയ കാര്യമായിട്ട് നമ്മൾ വായിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ കർത്താവ് കൂടെ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് അവരങ്ങ് പോയ കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ ചെന്ന് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഒരാള് എല്ലാവരുടെയും മധ്യത്തിലിരിക്കുക. അവരോട് ഉപദേശം കേൾക്കുന്നു, അവരോട് ലിസണിങ് ടു ദം, ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ബോത്ത് ലിസണിങ് ടു ദം, അവരോട് ശ്രദ്ധിക്കുന്നുണ്ട്, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാ? കർത്താവ്. ഉത്തരം പറയുന്ന ആരാ? അവർക്കാർക്കും ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് വാ പൊളിച്ചിരുന്നു. ഈ പഴയ നിയമത്തിലെ പുസ്തകം ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഇത്രയും ഞങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടും ഈ കൊച്ചു പയ്യൻ പറയുന്ന ഓരോ ചോദിക്കുന്ന ചോദ്യം ഒന്നും കിട്ടുന്നില്ല, ഒരു ക്ലൂ കിട്ടുന്നില്ല. ഒരു ക്ലൂ തരുമോ എന്ന് അവർ ചോദിച്ചതാണ്. ഇന്ന് അവർക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയില്ല. അത് 47-ാമത്തെ വാക്യത്തിൽ അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അപ്പം ചോദ്യങ്ങൾ ചോദിച്ചതും ഉത്തരം പറഞ്ഞതും. 46-ാമത്തെ വാക്യത്തിൽ ചോദ്യവും ഉത്തരവും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരെ പേരൻസ് വന്ന് അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഡിഡ് യു നോട്ട് നോ ദാറ്റ് ഐ ഹാഡ് ടു ബി ഇൻ മൈ ഫാദേഴ്സിനേ ഉള്ളൂ അവിടെ ഒറിജിനലില്. ഹൗസ് എന്ന് ഇറ്റാലിക്സിൽ NASBയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇംപ്ലൈഡ് ഫാദേഴ്സ് ഹൗസ്, പിതാവിന്റെ ആലയത്തിൽ ഞാൻ ആയിരിക്കേണ്ടതല്ലയോ. KJVയില് ദാറ്റ് ഐ ഹാഡ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. ഫാദറിന്റെ പിതാവിന്റെ അപ്പനൊരു ബിസിനസ് ഉണ്ടെങ്കിൽ മകനും ആ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യം. ഇന്നലെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിങ്ങിന് നമ്മുടെ ഒരു ഗിഡിയൻസിലുള്ള ഒരു ബ്രദർ തന്നെ വന്നത്. അപ്പം ബ്രദറിന്റെ മോനും കൂടെ ഇപ്പം ബിസിനസ് നടത്തുന്നത്. അപ്പം ഞാൻ മോനും വലിയ BTech MBA കാരനൊക്കെ. അപ്പം ഞാൻ ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ, സോ യു ആർ ഓൾസോ ഇൻ യുവർ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ വാക്യമാണ് ഞാൻ റെഫർ ചെയ്തത്. ലൂക്കോസ് 2-ന്റെ 49-ാമത്തെ വാക്യം. നമ്മളിവിടെ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കള്, യുവതികള്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പം 30 വയസ്സോ 50 വയസ്സോ 90 വയസ്സോ ആയിട്ടല്ല കർത്താവിന്റെ വേല ചെയ്യണ്ടേ. കൊച്ചു പ്രായത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ചും ഒക്കെ ഒരു ഭാരവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും നമുക്ക് ഓരോരുത്തർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ട് ഡിഡ് യു നോട്ട് നോ ദാറ്റ് ഐ ഹാഡ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ് ഓ ഫാദേഴ്സ് ഹൗസ്. അത് മലയാളത്തിൽ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. പിതാവിനുള്ളതിൽ ഞാനും ഇരിക്കേണ്ടതല്ലേ? പിതാവിനുള്ളതാണ്, പിതാവിന്റെ കാര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു 12-ാമത്തെ വയസ്സിന് മുമ്പേ തന്നെ കർത്താവിന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനുള്ളതിൽ തന്നെ ആണ് കർത്താവ് വളർന്നു വന്നത്. അപ്പം അതുകൊണ്ട് പുതിയ യെരൂശലേം, നമ്മുടെ പുതിയ യെരൂശലേം എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞപ്പോഴായി വിശുദ്ധ നഗരം. എന്നാൽ മഹതിയാം ബാബിലോൺ അത് ഭയങ്കര ലോകക്കാരുടെ മുമ്പിൽ ഭയങ്കര മഹതിയാണ്. വലിയ വലിയ മണിമാളികളും സൗധങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ സൗധങ്ങളും കെട്ടിടങ്ങളും വലിയ ശ്മശാനമുണ്ട്, വലിയ സെമിത്തേരി ഉണ്ട്, വലിയ ബിൽഡിങ്സും വലിയ ആസ്തികളും ഒക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള പള്ളികളെ നോക്കി പോകുന്ന ഒരാൾക്കാരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആ ഒരു വിശുദ്ധിയും വേർപാടോടുകൂടി ദൈവവചന പ്രകാരമുള്ളൊരു കൂട്ടം, അതാ വിശുദ്ധ നഗരം, അതാ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ. ഇന്ന് പലരും ലോകക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മളത് വായിച്ചു. 1 പത്രോസ് 3 അലങ്കാരത്തിന്റെ കാര്യം ഇപ്പം അതിമോചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ഇന്ന് സഹോദരിമാരായാലും സഹോദരന്മാരായാലും ഒക്കെ ഇന്ന് ലോകക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഭയങ്കര ആർഭാടവും അലങ്കാരവും അങ്ങനെയൊക്കെയുള്ള പല എന്തൊക്കെയോ തലമുടിയിൽ എന്തൊക്കെയോ ചെയ്ത് കാണിച്ചു വെക്കുന്നു. ഹെയർ ഡു, ഈ പിന്നിയ മുടി എന്നൊക്കെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുടി പിന്നുന്നതിനെ കുറിച്ചല്ല, വേറെ എന്തൊക്കെയോ സാധാരണ കവിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കോൺസ്പിക്യൂസ് ആവുന്ന രീതിയിൽ ബാക്കിയുള്ളവരുടെ മുമ്പ് ശ്രദ്ധ കിട്ടാൻ വേണ്ടി മുടിയിൽ അങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നു.
ആൺപിള്ളേർ തന്നെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു വേറെ രീതിയിൽ ഏതാണ്ടൊക്കെയോ ചെയ്ത് ഇങ്ങനെ ഒക്കെ കാണിച്ചു വെക്കുന്നു. അപ്പൊ പിന്നെ അതുപോലെയൊക്കെയുള്ള യുനോ വിലയേറിയ വസ്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഓഫ് ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. പക്ഷേ യുനോ ഒരു അലങ്കാരത്തിനായിട്ട് വെറുതെ ഒരു ഷോ ഓഫ് മാതിരിയുള്ള പല കാര്യങ്ങൾ, ആഭരണഭൂഷാദികളും അങ്ങനെയൊക്കെയുള്ള സ്വർണം അലങ്കാരങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലോകക്കാരെ കാണിക്കാൻ വേണ്ടിയോ അവര് ഞാൻ ഇനിയിപ്പം ദൈവവചന പ്രകാരം ഞാൻ ആഭരണം എടുത്ത് അവരെന്ത് പറയും ഇവരെന്ത് പറയും മനുഷ്യമാനം തേടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ യോഹന്നാൻ 5:44 കഴിഞ്ഞ ഞായറാഴ്ചയും കണ്ടതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള യുനോ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം, അയ്യോ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒരുങ്ങുന്നു, ബ്യൂട്ടി പാർലറിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഏതാണ്ടൊക്കെയോ ചെയ്ത് ഒരുങ്ങുന്നു എന്ന് ഇവിടെ ഭർത്താവിനായിട്ട്, അതായത് ഭർത്താവിനായിട്ട് അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ, അതാ മെയ്ഡ് റെഡി ആസ് എ ബ്രൈഡ് അഡോൺ ഫോർ ഹർ, നോട്ട് ഫോർ ദ വേൾഡ് ടു സീ ബട്ട് ഫോർ ഹർ ഹസ്ബൻഡ് ടു സീ ആൻഡ് അപ്രീഷിയേറ്റ്. ഒരു കർത്താവിനായിട്ട് അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി, ഒരുങ്ങി അഡോൺഡ് എന്നുള്ള വാക്ക്, അഡോൺഡ് എന്നുള്ള ഒരു വാക്കാണ് നമ്മുടെ അഡോൺമെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ 1 പത്രോസിലെ 3:4 നമ്മളിപ്പം റെഫറൻസ് ആയിട്ട് ഇപ്പം നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ നിന്നിട്ട് നമ്മൾ വായിച്ചു കേട്ടു. 1 പത്രോസ് 3:4 നമ്മൾ പോകുമ്പോൾ അവിടെ എന്താ വായിക്കുന്നേ? ഈ ലോകപ്രകാരമുള്ള ഒരു അലങ്കാരത്തിലേക്ക് പോകാന് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതിൻ്റെയൊക്കെ ഒരു പ്രലോഭനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ കർത്താവേ, ഒരു ലോകത്തിൻ്റെ ഒരു ഫാഷനും സ്റ്റൈലിൻ്റെ എല്ലാം പിന്നാലെ ഒന്നും എനിക്ക് പോകണ്ട. ഇങ്ങനെ എക്സ്പോസിങ് ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സസ് ഒക്കെ ഇട്ട്, അതായത് വസ്ത്രം ഇട്ടേക്കുവാണോ ഉരിഞ്ഞേക്കുവാണോ തോന്നിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, അതാ എക്സ്പോസിങ് തുറന്നു കാട്ടുന്ന വസ്ത്രങ്ങളും ഇറുകെ പിടിച്ചിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച്, യുനോ ബത്ഷേബയുടെ പാപം എന്ന് പറയും. ദാവീദിന്റെ പാപം നമുക്കറിയുന്ന, ബത്ഷേബ അങ്ങനെ ഒരു തുറന്ന ഒരു സ്ഥലത്ത് പോയി കുളിക്കുന്ന ഒരു അവളുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റുണ്ട്. ബത്ഷേബയുടെ പാപം മറ്റേ പുരുഷന്മാരെ പ്രലോഭിപ്പിക്കത്തക്കവണ്ണമുള്ള തരത്തിലുള്ള വസ്ത്രധാരണമാവട്ടെ, അംഗവിക്ഷേപങ്ങളും ഫ്ലട്ടേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവട്ടെ. അപ്പൊ അങ്ങനെയുള്ള ബത്ഷേബയുടെ പാപം. അപ്പൊ അതാ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളിവിടെ 1 പത്രോസ് 3:3 വാക്യം, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. പുറമേയുള്ള യുവർ അഡോൺമെന്റ് മസ്റ്റ് നോട്ട് ബി മിയർലി എക്സ്റ്റേണൽ എന്നാണ് NASB മിയർലി ഒരു ഇറ്റാലിക്സ് കൊടുത്തേക്കെന്ന് വെച്ചാൽ ഒറിജിനൽ മിയർലി ഒന്നും ഇല്ല. എന്നാൽ പരിഭാഷകർ സാഗ്ബർ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ ലേഡീസിനെ പേടിച്ചാണ് അവിടെ NASB പരിഭാഷകർ മിയർലിയും കൂടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാൽ ഒറിജിനൽ ഗ്രീക്കിനകത്ത് മിയർലി ഒന്നുമില്ല. അഡോൺമെന്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആയിരിക്കരുത്. നമ്മൾ ഓഫ് കോഴ്സ് മോഡസ്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്യണം. നമ്മളത് 1 തിമോത്തിയോസ് 2:9 വാക്യത്തിൽ സഹോദരിമാരോട് എസ്പെഷ്യലി മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതൊരു ഒരു ബ്രൈഡിങ് ദ ഹെയർ, വെയറിങ് ഗോൾഡ് ജുവലറി, പുട്ടിങ് ഓൺ ഡ്രസ്സസ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതല്ല. എന്നാൽ അത് അങ്ങനെ പുറമേ ഉള്ളതല്ല നിങ്ങളുടെ അലങ്കാരം, അകമയുള്ളതാണ്. അകമയുള്ള അലങ്കാരം, അകമയുള്ള അലങ്കാരമുള്ള പുത്തൻ യെരൂശലേമാണത്. സഹോദരിമാരോട് നമ്മളിപ്പോൾ അത് പറയും. യഥാർത്ഥത്തിൽ പുരുഷന്മാരായിട്ടുള്ള നമ്മളാണെങ്കിൽ എല്ലാവരും പുറമേ ഉള്ള ഒരു ഇതല്ല, മറിച്ച് അകമയുള്ള, അതാണ് പുത്തൻ യെരൂശലേമിന്റെ ഭാഗമാണോ? നമ്മൾ ഒരു പക്ഷേ ഏറ്റവും നല്ല സഭയിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ആ ബാബിലോണിന്റെ ആത്മാവിനാൽ കളങ്കപ്പെട്ട് നമുക്ക് ഇരിക്കാൻ ഒക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ബാബിലോണിയ സമ്പ്രദായങ്ങളെയൊക്കെ വിട്ട്, ബാബിലോണിയ പാരമ്പര്യ സഭകളെ, ബാബിലോണിയ പെന്തക്കോസ്ത് സഭകളെയൊക്കെ വിട്ട് ഞാനിഞ്ഞ് പോന്നു എന്ന് പറഞ്ഞതുകൊണ്ട്, എന്നാൽ ബാബിലോൺ ചിലപ്പോൾ നമ്മളെ വിട്ടു പോന്നിട്ടുണ്ടാവില്ല എന്ന് ആ ഒരു അവസ്ഥയിൽ നമുക്ക് ആയിക്കൂടായികയില്ല. അപ്പൊ അതാ സൗമ്യതയും സാവധാനതയുമുള്ള ഒരു ജെന്റിൽ ക്വയറ്റ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തതയുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ നോയ്സി സ്പിരിറ്റ്, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ വർത്താനം പറയണം, എന്തെങ്കിലുമൊക്കെ. പക്ഷെ ജെന്റിൽ ആൻഡ് ക്വയറ്റ്, ആ ഒരു വെച്ചാൽ നമ്മള് വാക്കുകളുടെ എണ്ണമല്ല, മറിച്ച് ആ ഒരു സ്പിരിറ്റ്, ആത്മാവില് ഒരു ശാന്തത, കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് മാത്രം നൽകാൻ തരുന്ന ഒരു സൗമ്യതയും സാവധാനതയും, ജെന്റിൽനെസ് ആൻഡ് ക്വയറ്റ്നെസ്. ഇന്ന് മലയാളത്തിൽ സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന് തെറ്റായിട്ടുള്ള പരിഭാഷയാണ്. ആത്മാവ് നമ്മുടെ ട്രാൻസ്ലേഷൻ വേണ്ട ന്യൂമ എന്നുള്ള ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവില് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് ആ ദിവ്യ സ്വഭാവത്താൽ, സൗമ്യതയും സാവധാനതയാകുന്ന ദിവ്യ സ്വഭാവത്താൽ നമ്മളെ അലങ്കരിക്കുന്നു. അതാ അങ്ങനെയുള്ള അക്ഷയഭൂഷണം. അക്ഷയഭൂഷണം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്ത അലങ്കാരം. അതാ ഇംപെറിഷബിൾ ക്വാളിറ്റി
എന്ന് നമ്മളവിടെ വായിക്കുന്നത്. ഇംപെറിഷബിൾ ക്വാളിറ്റി ഓഫ് എ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, അതാ ഹിഡൻ പേഴ്സൺ ഓഫ് ദ ഹാർട്ട്. നമ്മളുടെ അകത്ത മനുഷ്യനാണ് അകത്ത മനുഷ്യനാണ് നമ്മളുടെ മനുഷ്യാത്മാവ്. ആ മനുഷ്യാത്മാവിൽ ദൈവാത്മാവ് ഒരു അലങ്കാരം നൽകുന്നു. അത് ആ ഹൃദയത്തിന് ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അങ്ങനെ ഉള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തിന് ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ഇങ്ങനെയുള്ള അലങ്കാരം. മറ്റേത് ഡയമണ്ടിനും പ്ലാറ്റിനത്തിനും ഗോൾഡിനും ഒക്കെ എത്ര വിലയെന്ന് പത്രത്തിലോ ഗൂഗിളിലോ ഒക്കെ നടിച്ചു നോക്കിയാൽ അറിയായിരിക്കും. എത്ര പവന് എത്ര വില, സ്വർണ്ണത്തിന്റെ വില കൂടി, സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രവാർത്തകളൊക്കെ നമ്മൾ കാണാം. എന്നാൽ സ്വർണത്തിന്റെ വില അത് മനുഷ്യരുടെ മുമ്പാകെ ഒത്തിരി വിലയുള്ളതാ. എന്ന് ദൈവത്തിന് മുമ്പാകെ വിലയുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണമൊക്കെ ദൈവത്തിന് അവിടെ കാലിന്റെ കീഴെ വെക്കേണ്ട കാര്യം. സ്വർഗത്തില് സ്വർണത്തിന്റെ സ്ഥാനം എവിടാന്ന് ചോദിച്ചാൽ കാലിന്റെ കീഴില്. എന്നുവെച്ചാൽ സ്വർണ്ണ തെരുവീതികളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇന്ന് ആൾക്കാർ സ്വർണ്ണം തലയിലാണ് വെക്കുന്നത് അല്ലെ, തലയിലും കഴുത്തിലും ഒക്കെ ആ സ്വർണ്ണം മാക്സിമം അവർ കോരി വാരിയിടുന്നത്. അപ്പോ സാങ്ക്വറി നമ്മൾ കേട്ടിട്ടുള്ള പോലെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെന്നിട്ടും സ്വർണം തലയിൽ വെക്കണമെങ്കിൽ തലകുത്തി നടക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ സ്വർണത്തെ കാൽക്കീഴിൽ വെക്കാൻ പഠിച്ചവർക്കാണ് സ്വർഗം ഒരുക്കപ്പെട്ടിരിക്കുന്നതെന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതാ നമ്മുടെ സൗമ്യതയും സാവധാനതയുള്ള മനസ്സിന്റെ കാര്യം. അത് ആ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, അതാണ് ദൈവത്തിന്റെ കണ്ണില് ആ പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വിലയുള്ളതാണ്. അത് ഏറ്റവും ഗോൾഡൻ ജ്വല്ലറി 22 ക്യാരറ്റ് എന്ന ജ്വല്ലറിക്കാർ പറയുന്നത് 24 ക്യാരറ്റ് ആയിട്ടും പ്യൂറസ്റ്റ് എന്ന് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ 24 ക്യാരറ്റ് ഉള്ള ഏറ്റവും ഗോൾഡിനെക്കാട്ടിലും ഏറ്റവും എത്ര പവനെക്കാട്ടിലും എല്ലാം 101 പവനും 201 പവനും ഒക്കെ കൊടുത്ത ഓരോരുത്തര് അതിനായിട്ട് ജീവിതകാലം മൊത്തം പെടാപ്പാട് വിട്ട് പിന്നെ അവസാനം എന്തെല്ലാം ദുരവസ്ഥകളൊക്കെ നമ്മുടെ പത്രങ്ങളിൽ വായിക്കുന്നത്. സ്വർണത്തിനായിട്ടും സ്ത്രീധനത്തിനായിട്ടും ഒക്കെയുള്ള ആൾക്കാരുടെ നെട്ടോട്ടവും ഇന്ന് ക്രിസ്തീയോ എന്ന് പറയുന്ന ബാബിലോണിയ സഭകളിൽ അതിന്റെ ഈ വിഭാഗത്തിന്റെ പേരിൽ കമ്മീഷൻ അടിക്കുന്ന പാസ്റ്റർമാരെന്ന് പറയുന്ന കള്ളന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. പാസ്റ്റർമാരെന്ന് പറയുന്ന എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ പേരിൽ കമ്മീഷൻ അടിക്കുന്ന, ഇതിന്റെയൊക്കെ പേരിൽ പണം ചൂഷണം ചെയ്യുന്ന പല കാര്യങ്ങളും, പല ഡിമാൻഡ്സും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന ദൈവഭൃത്യന്മാരെന്നുള്ള പേരിലുള്ള ദ്രവ്യദാസന്മാർ ഒക്കെയുള്ള ഒരു ക്രിസ്തീയ ലോകമാണ് നമ്മളുടെ ചുറ്റുമുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇവരുടെയൊക്കെ ഇടയിൽ യഥാർത്ഥത്തിൽ ദൈവം വിലമതിക്കുന്ന സ്വർണം, ദൈവം വിലമതിക്കുന്ന ആഭരണം എന്താണെന്ന് ചോദിച്ചാൽ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. ഒരു നമ്മളെ പുറമെയുള്ള ആഭരണം ഇതുകൊണ്ടും കാര്യമില്ല. പുറമെയുള്ള ആഭരണം വേണ്ട എന്നുള്ളതാണ് നമ്മൾ ദൈവജനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓരോരുത്തർ അവർക്ക് തന്നെ അത് മനസ്സിലാക്കിയത്. നമ്മുടെ സഭയിൽ അത് ആരെയും ഇമ്പോസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇടാനോ ഇടാതിരിക്കാനോ, സ്വർണ്ണം ഇടാനോ ഇടാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ സഭയിലുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ദൈവമുമ്പാകെ സന്തോഷത്തോടെ ഓരോരുത്തർക്ക് അവർക്കായിട്ട് ബോധ്യം വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു സ്വർണ്ണം ആഭരണം ഇടുന്നെന്ന് പറഞ്ഞൊരു പാപമല്ല, മറിച്ച് അതൊരു സിമ്പിൾ ലിവിങ്ങിന്റെ ഒരു പാർട്ടായിട്ട്, ഒരു ലളിതമായ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് ദൈവവചനത്തിൽ വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ ആരെയും കല്ലെറിയാനോ കുറ്റം വിധിക്കാനോ അല്ല. പിന്നെ പല പല സാഹചര്യങ്ങൾ കാരണം പലർക്കും പല പരിമിതികളും കാര്യങ്ങളും ഒക്കെ കാണും. എന്നാൽ പുറമെയുള്ള ആഭരണം ഊരിയിട്ടും അകമയുള്ള ആഭരണം ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമായിരിക്കുന്നതാണ്. പുറമെയുള്ള ആഭരണം ഉണ്ടായിട്ടുള്ള ചില സഹോദരിമാർക്ക് എന്നാൽ അവർക്ക് ചിലപ്പോൾ ആ സ്വർണ്ണത്തെക്കുറിച്ചുള്ള വെളിച്ചം കാണത്തില്ലായിരിക്കും. എന്നാൽ അവർക്ക് അകമേ ഒരു ആഭരണം ഉണ്ട്. അവർക്കൊരു ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, സൗമ്യതയും സമാധാനത്തിലുള്ള ആത്മാവുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ അത് വിലയുള്ളതായിരിക്കും. എന്നാൽ നമ്മള് ദൈവവചന പ്രകാരം ആ കാര്യങ്ങളുടെ ആ ഒരു പെർഫെക്ഷനിലേക്ക് പോകണം, പൂർണ്ണതയിലേക്ക് പോകണം എന്നൊക്കെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളത് അത് സഹോദരിമാർക്ക് മാത്രമല്ല, സഹോദരന്മാർക്കും ആ ഒരു ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് അതാ വലിയൊരു ആഭരണമായിട്ടായി തീരുന്നത്. നമ്മൾക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം, ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കർത്താവാണ് എന്നിൽ നിന്ന് സൗമ്യതയും താഴ്മയും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് കർത്താവിനാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് ഉള്ളത്. അപ്പൊ കർത്താവിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിലും ആ ഒരു കർത്താവിലുള്ള ഒരു ജെന്റിൽനെസ്, സൗമ്യതയും താഴ്മയും സാവധാനതയും ക്വയറ്റ്നെസ്സും ആവശ്യത്തിന് മാത്രം കർത്താവ് ആഗ്രഹിക്കുന്ന മാത്രം സംസാരിക്കുന്നത്. അതാ ക്വയറ്റ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജഡത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്വയറ്റ് അല്ലാത്തതായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ സാവധാനത ഇല്ലാത്തതായിട്ടുള്ള ആത്മാവ്. എന്നാൽ ക്വയറ്റ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആത്മാവിൽ നിന്നുള്ള
കാര്യങ്ങൾ. ജഡത്തിൽ നിന്നുള്ള സംസാരമാണ് സാവധാനത ഇല്ലാത്ത ആത്മാവെങ്കിൽ, ആത്മാവിൽ നിന്ന് നമ്മളുടെ ജഡം ക്രൂശിലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മാവിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ആ, അത് അത് ദൈവത്തിന് ഏറ്റവും വരും. അങ്ങനെയാണ് ഈ മണവാട്ടി ഒരുങ്ങിയത്. അതാ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് യേശു നമ്മളുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14. അപ്പം യേശുവിന്റെ സ്വഭാവം, കർത്താവിനെ പോലെ ചിന്തിക്കാനും പറയാനും പെരുമാറാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥ, അതാ യഥാർത്ഥത്തിലുള്ള ആത്മീയ ആഭരണം. അതായത് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് നമുക്ക് ആഭരണമായിട്ട് തീരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ഓവർഫ്ലോ ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു എന്ന്. മൈ കപ്പ് ഓവർഫ്ലോസ് എന്നാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ മൈ കപ്പ് ഓവർഫ്ലോസ്. അപ്പൊ നമ്മളുടെ ഒരു കപ്പ് ഓവർഫ്ലോ ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊരു ഫൗണ്ടൻ മാതിരി അങ്ങ് നിറഞ്ഞു കവിഞ്ഞൊഴുകും എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത്, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് ഒരു ആഭരണമായിട്ട് വരുന്നത്. നമ്മളുടെ ആത്മാവിൽ പരിശുദ്ധാത്മ ഒന്ന് നിറഞ്ഞ് അത് ആ, അത് ആ, ഒരു ദിവ്യ സ്വഭാവമായിട്ട് നമ്മളിൽ നിന്ന് അത് കവിഞ്ഞൊഴുകുന്നു. ആ, അതാണ് മണവാട്ടി വസ്ത്രമായിട്ടായിത്തീരുന്നത്. മണവാട്ടി വസ്ത്രവും മണവാട്ടിയുടെ അലങ്കാരവും ഒക്കെ ആയിട്ടായിത്തീരുന്നത് അത് തന്നെയാണ്. അത് തന്നെയാണ് പൗരോഹിത വസ്ത്രമായിട്ട് ആയിത്തീരുന്നത്. അത് തന്നെയാണ് സർവായുധ വർഗമായിട്ടായിത്തീരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മണവാട്ടി വസ്ത്രവും സർവായുധ വർഗവും പൗരോഹിത്യ വസ്ത്രവും ഒക്കെയാണ് നമ്മുടെ പുതിയ നിയമവിശ്വാസികളുടെ ആത്മീയ വസ്ത്രം. കർത്താവ് നമുക്ക് ആദ്യം ഒരു നീതിയെങ്കിൽ തരുന്നു, എന്നാൽ അതിന്മേലുള്ള മണവാട്ടി വസ്ത്രവും പുരോഹിത വസ്ത്രവും സർവായുധ വർഗവും. സർവായുധ വർഗം എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിന്റെ കവചവും, വിശ്വാസത്തിന്റെ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ എന്താ കവചം എന്നല്ലേ അവിടെ പറയുന്നത്, ഷീൽഡിന് എന്താ മലയാളത്തിൽ പറയുന്നത്? വിശ്വാസത്തിന്റെ കവചം തന്നെ അല്ലേ? വിശ്വാസത്തിന്റെ കവചവും, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈറ്റ്സസ്നസ്, നീതി എന്ന കവചവും, പിന്നെന്താ വചനമാകുന്ന വാളും ആത്മാവിന്റെ വാളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, ശിരോവസ്ത്രം എന്നാണ് പറയുന്നത്. ശിരസ്ത്രം അല്ലെ? ശിരസ്ത്രം, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയെന്ന ശിരസ്ത്രമൊക്കെ ധരിച്ചുള്ള അത് സർവായുധ വർഗം. അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞ് നമുക്ക് തരേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അതാ നമ്മൾ ധരിക്കേണ്ടത്. അതാ പരിശുദ്ധാത്മാവിനെ ധരിക്കുവോളം നിങ്ങള് യെരുശലേമിൽ നിന്ന് വിട്ടുപോകരുതെന്ന് എവിടാ പറയുന്നേ? ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യത്തിലാ കർത്താവ് പറയുക. അതായത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോട് പറയും, വസ്ത്രമൊന്നും ധരിക്കാതെ പുറത്തോട്ട് ഇറങ്ങരുത്, അത് ആൾക്കാർ കാണും, നാണക്കേടാന്ന് പറയുന്നത് പോലെ കർത്താവ് പറയുക, നിങ്ങൾക്കുള്ള വസ്ത്രം പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വസ്ത്രമുണ്ട്, അത് ധരിക്കാതെ നിങ്ങൾ ഈ യെരുശലേം വിട്ട് പോകരുത് എന്നുള്ള കാര്യമാണ് ലൂക്കോസ് 24-ന്റെ 49-ാമത്തെ വാക്യത്തിൽ. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, ഇൻഡിയോ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഇൻഡിയോ എന്നുള്ള അതേ പദം തന്നെയാണ് വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച്. പിതാവ് എത്രയധികം നിങ്ങളെയും ധരിപ്പിക്കും എന്നൊക്കെ മത്തായി 6-ന്റെ 25-ലൊക്കെ കർത്താവ് അവിടെ പറയുന്ന അതേ ഗ്രീക്ക് പദം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വസ്ത്രം ധരിക്കുക, ഉയരത്തിൽ നിന്ന് ശക്തി ഒരു വസ്ത്രം എന്നവണ്ണം ധരിക്കുവോളം, അൻറ്റിൽ യു ആർ ക്ലോത്ത്ഡ് വിത്ത് പവർ, ശക്തി ധരിക്കുവോളം നഗരത്തിൽ, അതായത് യെരുശലേം നഗരത്തിൽ തന്നെ പാർക്കുവിൻ എന്ന് പറഞ്ഞാണ് അവര് വീണ്ടും 10 ദിവസം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം വെച്ചാൽ അവര് ശക്തി ധരിക്കുവോളം അവര് നിൽക്കുമായിരുന്നു. 10-ാമത്തെ ദിവസം ആ പെന്തക്കോസ്ത് നാളില്, പെസഹ കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ ദിവസം, കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞുള്ള 10-ാമത്തെ ദിവസം ആ പെന്തക്കോസ്ത് നാളിൽ അവർ ശക്തി ധരിച്ചു. അപ്പൊ അങ്ങനെ ആ ശക്തി ധരിക്കുന്നതാണ് നമ്മളുടെ വസ്ത്രധാരണം. അത് ആത്മീയ വസ്ത്രധാരണം അതായിരിക്കണം. അതാ നമ്മളെ അലങ്കാരമായിട്ടായി തീരുന്നത്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ, നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ഔട്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഒരുക്കമാണ്. അത് ഭൗതികമായിട്ടുള്ളൊരു ഒരുക്കമല്ല, സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ. നമ്മളുടെ ഒരുക്കം എവിടാ? ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഒരുക്കുന്നത്. ഏതൊരു ബ്യൂട്ടി പാർലറിൽ പോയാലും ഈ സ്വർഗീയമായ ഒരുക്കം നമുക്ക് കിട്ടത്തില്ല. എന്നാൽ യഥാർത്ഥമുള്ള ഹെവൻലി ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പലവിധമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങാടിയറവ് പറയുമ്പോൾ, കർത്താവ് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി, 0 ആയിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് അവിടെ നമുക്കൊരു മണവാട്ടി വസ്ത്രം തുന്നുവാന് ദൈവം അവിടെ ഒരു അവസരം തരുക ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ കാര്യമല്ല. മണവാട്ടി വസ്ത്രം തുന്നുന്നതിന്റെ കാര്യം ഇവിടെ നമ്മൾ 19-ാം അധ്യായത്തിൽ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ? വെളിപാട് 19-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാമത്തെ വാക്യം. അവിടെ
കുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചൊക്കെ 9-ാമത്തെ വാക്യം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. വെളിപാട് 19:8 അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം എന്തുവാ? വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. അതായത് കർത്താവിൽ നിന്ന്, കർത്താവിലൂടെ കർത്താവിങ്കിലേക്കുള്ളതാണ് മണവാട്ടി വസ്ത്രമായിട്ട് തരുന്നത്. എന്നാൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലൂടെ മനുഷ്യന്റെ മാനത്തിനായിട്ടുള്ളതൊക്കെ കറപുരണ്ട തുണിയായിരിക്കും, സ്വയനീതിയുടെ പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണിയായിരിക്കും എന്ന് നമ്മൾ യെശയ്യാവ് 64-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ദൈവത്തിൽ നിന്ന്, ദൈവത്തിലൂടെ, ദൈവത്തിന്റെ നാമോഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ചില ചെറിയ ഉത്തരവാദിത്തങ്ങളായിരിക്കും. മക്കളോടുള്ള, അപ്പനമ്മമാരോടുള്ള, സഹോദരങ്ങളോടുള്ള, ഭാര്യയോടുള്ള, ഭർത്താവിനോടുള്ള ആ ഒരു നമ്മളുടെ ജീവിതവും പെരുമാറ്റവും ആയിരിക്കാം. നമ്മൾ സഭയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മളുടെ സെക്കുലർ വർക്കിലോ പഠിത്തത്തിലോ ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്തും കർത്താവിന് എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു മണവാട്ടി വസ്ത്രം തുന്നുവാണ്. നമ്മൾ ആ മണവാട്ടി വസ്ത്രത്തിന്റെ ഓരോ തുന്നലിടുവാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മണവാട്ടി വസ്ത്രത്തിന് നമ്മൾ തുന്നൽ തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു കർത്താവിന്റെ വരവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൗലോസ് എന്താ പറഞ്ഞേ? ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ മണവാട്ടി വസ്ത്രം തൻ്റെ ജീവിതം കൊണ്ട് താൻ തനിക്കായിട്ടുള്ള മണവാട്ടി വസ്ത്രം തുന്നിക്കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളെ ഞാൻ 30% ഇപ്പം ഒരു കല്യാണത്തിന് ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് ഷോപ്പിൽ ചെല്ലുമ്പോൾ മണവാട്ടി വസ്ത്രം 30% ആയിട്ടുള്ളൂ, 60% ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ധരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ. എന്നാൽ 100% അത് നൂറുമേനി ഫലം കായ്ക്കുന്നവരെന്ന് പറഞ്ഞാൽ അത് ഒട്ടം തികച്ച് വിശ്വാസം കാത്തു നല്ല പോർ പൊരുതി എന്ന് 2 തിമോഥെയോസ് 4:6 പൗലോസ് പറയുന്നത് പോലെ അവരുടെ ജീവിതാവസാനമായപ്പോഴത്തേക്കും തൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് എന്നിലൂടെയും ചെയ്യാനുള്ളതെല്ലാം തികച്ചിരിക്കുന്നു. ഞാൻ അങ്ങ് എനിക്ക് തന്ന പ്രവൃത്തി തികച്ച് ഞാൻ പിതാവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി എന്നൊക്കെ യോഹന്നാൻ 17:4 കർത്താവ് പറഞ്ഞ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതാ മണവാട്ടി വസ്ത്രം അങ്ങനെ തുന്നി അങ്ങനെ ഒരുങ്ങിയിരിക്കുക. കർത്താവ് നമ്മളെ ഇന്ന് ഒരുക്കുന്ന ഒരു പ്രക്രിയയുള്ളത്. നമ്മളെ എഫേസ്യർ 5-ാം ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. എഫേസ്യർ 5-ാം കുടുംബ ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ 2 ആഴ്ച മുമ്പും ആ പോർഷനൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അവിടെ ഭർത്താവ് ഭാര്യയോടുള്ള ബന്ധത്തിൽ എത്രമാത്രം കരുതണം, പോറ്റിപ്പുലർത്തണം എന്ന് പറയുമ്പം അവിടെ കർത്താവ് സഭയെ ചെയ്യുന്നത് പോലെ എന്ന് പറയുമ്പോൾ കർത്താവ് സഭയെ ചെയ്യുന്നതിന്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ചിത്രം നമ്മളിവിടെ കാണുന്നുണ്ട്. 25-ാമത്തെ വാക്യം, എഫേസ്യർ 5:25 മുതൽ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനം, അവിടെ വാട്ടർ ബാപ്റ്റിസത്തെ കുറിച്ചല്ല പറയുന്നത് യഥാർത്ഥത്തില്, വചനത്തെ ജലത്തോട് ഉപമിച്ച് ഉള്ള ഒരു കഴുകലിനെ കുറിച്ചാണ് പറയുന്നത്. ലുത്രാൻ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാപ്റ്റിസോ എന്നുള്ള സ്നാനത്തെ കുറിക്കുന്ന, മുഴുകലിനെ കുറിക്കുന്ന പദമല്ല, മറിച്ച് കഴുകുന്നതിനെ കുറിച്ച് പറയുക. അതായത് വചനമാകുന്ന ജലം കൊണ്ട് കഴുകുന്ന, അത് വാഷിംഗ് ഓഫ് വാട്ടർ വിത്ത് ദ വേർഡ് എന്ന് പറയുന്നത്. കർത്താവ് പത്രോസിന്റെ കാല് കഴുകാൻ ചെന്നപ്പോൾ എന്നെ മൊത്തം കൂടെ കഴുകിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്താ നീ ഓൾറെഡി കാല് കഴുകേണ്ട മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എന്താ യോഹന്നാൻ 13-ാം ആ വാക്യം ഞാനൊന്ന് എടുത്ത് വായിച്ചോട്ടെ. യോഹന്നാൻ 13 നീ എന്നെ കാല് കഴുകാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല എന്ന എൻ്റെ 8-ാമത്തെ വാക്യം, നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്നോടുകൂടെ പങ്കില്ല. ശിമോൻ പത്രോസ്, കർത്താവ് എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ. അപ്പൊ യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. കുളിച്ചിരിക്കുക. അപ്പൊ അവിടെയും ലുവോ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ലുവോ എന്നുള്ള പദത്തിന്റെ നൗൺ ഫോം ലുത്രാൻ എന്നുള്ള പദമാണ് ഇവിടെ എഫേസ്യർ 5:25 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവർ കുളിച്ചിരിക്കുന്ന എന്നുള്ള പദം. ആ കുളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പം കർത്താവ് നമ്മളെ ഒന്ന് വചനത്താൽ കുളിപ്പിക്കുന്നു. പിന്നെ ഓരോ ദിവസവും രാവിലെ തോറും എഴുന്നേറ്റ് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളൊരു കുളിയാ, ഒരു ഫ്രഷ് ഷവറാ. അങ്ങനെയുള്ളവരാൾക്ക് പിന്നെ കാല് കഴുകേണ്ട മാത്രമേ ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ലോകത്തിന് എന്തെങ്കിലും പൊടി പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ആ കാലൊന്ന് കഴുകേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ രാവിലെ കുളിച്ചതാ, ഇപ്പം കാല് മാത്രം കഴുകിയാൽ മതി, ബാക്കി ശുദ്ധം തന്നെയാണ് എന്നുള്ളൊരു അർത്ഥത്തില് കർത്താവ് അവിടെ പറയുന്നത്. അപ്പൊ ആ ലൂ എന്നുള്ള അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ നൗൺ ഫോം ആയിട്ടുള്ള ലുത്രാൻ എന്നുള്ള പദമാണ് ഇവിടെ എഫേസ്യർ 5:25 ഇവൻ തിമോഥെയോസ് 3:5 ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അത് വചനത്തോടു കൂടിയ ജലം കൊണ്ടുള്ള കുളിയാല് വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും
അപ്പൊ അങ്ങനെ വചനം ദൈവം, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനത്തിൽ നിങ്ങൾ ശുദ്ധമായി തീർന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എവിടെ യോഹന്നാൻ 15 മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവിൽ നിന്നുള്ള വചനം നമ്മൾ കേൾക്കുമ്പോൾ, ആ വചനത്തിൽ നമ്മൾ കീഴടങ്ങി കൊടുക്കുമ്പോൾ അവിടെ നമ്മളുടെ ആത്മീയ മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവിന്റെയും ദേഹിയുടെ ഇടയിൽ ഒരു ജഡമുണ്ട്. ആ ജഡത്തിൽ നിന്നുള്ള ചെറിയ പൊടികൾ നമ്മുടെ ആത്മമനുഷ്യന്റെ കാലിൽ പറ്റുന്നതൊക്കെ കർത്താവ് ചിലപ്പോൾ ഒരു പാട്ടിന്റെ ഈരടിയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വചനത്തിലൂടെ ആയിരിക്കും നമ്മളുടെ കാല് കഴുകുന്ന ഒരു ശുശ്രൂഷ. കർത്താവ് നമ്മളുടെ കാല് സൗകര്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു വചനത്തിലൂടെ ആയിരിക്കും, ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു വചനത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ഈരടിയിലൂടെ ആയിരിക്കും, ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന എല്ലാത്തിലൂടെ ആയിരിക്കും നമ്മളെ ലോകത്തിൻ്റെതായിട്ടുള്ള ചില പൊടികളൊക്കെ ഒന്ന് കഴുകി കളയുന്ന ഒരു അനുഭവം. പിന്നെ ദൈവം നമ്മളെ ഓരോ ദിവസവും ഒന്ന് കുളിപ്പിക്കുന്ന, രാവിലെ തോറും കർത്താവ് ഉണർത്തി, കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ അവർ രാവിലെ തോറും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കുളി. അപ്പൊ അങ്ങനെ ആ വചനത്തിലൂടെ നമ്മളുടെ ആത്മമനുഷ്യനെ കഴുകി കൂടുതൽ തേജസ്സുള്ളതാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് കർത്താവിന്റെ ആ പ്രോസസ്സിലാണ് കർത്താവ് ഉള്ളത്. നമുക്ക് എത്രമാത്രം നമ്മൾ അതിനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്തിമ പുസ്തകത്തിൽ നമ്മളത് വായിച്ചു. പ്രകൃതിയെ നമ്മളെല്ലാം വളരെ കർക്കശമുള്ളവരാണ്. എന്നാൽ ഈ സാവധാനതയും സൗമ്യതയുള്ള ആത്മാവിലേക്ക് കർത്താവ് നമ്മളെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹമുണ്ട്, കാർക്കശ്യമുണ്ട്. ആ ഒരു ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ രൂപപ്പെടുത്തുക. അതാണ് നമ്മൾ വായിക്കുന്ന വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറ, അതായത് പാപത്താൽ വന്നിരിക്കുന്ന കാര്യങ്ങളാ കറ. പിന്നെ ചുളുക്കം എന്ന് പറഞ്ഞാൽ പഴക്കത്തെ സൂചിപ്പിക്കുന്ന, വയസ്സ് ചെല്ലുമ്പോഴേ നമ്മുടെ മുഖത്തൊക്കെ ചുളുക്കം വരുന്നത്. ഇപ്പം പഴക്കം, ആ ഒരു ഫ്രഷ്നെസ് ഇല്ലാതെ പുതിയ മഞ്ഞയായിട്ടായിരിക്കുന്ന അവസ്ഥയിലല്ലാതെ അങ്ങ് മഞ്ഞ സ്റ്റെയിലായി പോകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം അതിവിശുദ്ധ സ്ഥലത്തുള്ള മഞ്ഞ അത് എപ്പോഴും അത് എന്നും അത് ഫ്രഷ് ആയിട്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എവിടെ എക്സോഡസ് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകത്തിൽ വെച്ചിരിക്കുന്ന മന്ന എന്നേക്കും ഫ്രഷ് ആയിട്ടിരുന്നു. അതിനെക്കുറിച്ചുള്ള ആ മന്നയുടെ കാര്യം നമ്മൾ എബ്രായർ 9-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കും, ദൈവസന്നിധിയിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് മാറി കുറച്ചെന്ന ലോകത്തിന്റെ ഒരു ചുളുക്കമൊക്കെ വരാനൊരു സാധ്യത, ഒരു പഴക്കം. വചനം നമ്മൾ അറിയാം, പക്ഷെ വചനം അതൊരു സ്റ്റെയിലായി പോയതുപോലെ. ബ്രെഡ്, ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ. ചപ്പാത്തി 5 ദിവസമായി ഇന്നും കൂടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളെങ്കിൽ നമ്മളത് വാങ്ങിക്കത്തില്ല. റെഡിമെയ്ഡ് ചപ്പാത്തിയുടെ കാര്യം ഞാൻ പറയുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ വാങ്ങിക്കാൻ നോക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അതേ ഫ്രഷ് നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ ഫ്രഷായിട്ട് ഒരു ഫ്രഷ്നെസ് മാറുന്ന ഒരവസ്ഥ, ചുളുക്ക്. അപ്പൊ നമ്മളുടെ ഇന്നാണെങ്കിൽ ഇന്ന് ഈ സ്കിന്നിന്റെ ചുളുക്കമൊക്കെ മാറ്റാൻ വേണ്ടി കോസ്മെറ്റോളജിസ്റ്റിന്റെ അടുത്തോ ഏതാണ്ടൊക്കെ പ്ലാസ്റ്റിക് സർജൻസിന്റെ ഒക്കെ അടുത്ത് ആൾക്കാർ പോകുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ പോയിട്ട് പിന്നെ കുറെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നതായിട്ടൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കോംപ്ലിക്കേഷനോ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ ആത്മീയ ചുളുക്കം ഒക്കെ മാറ്റിത്തരുന്ന ഒരു ഹെവൻലി ബ്യൂട്ടി പാർലറാണ് കർത്താവിന്റെ അതിവിശുദ്ധ സ്ഥലം. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവ് നിറയപ്പെടുമ്പോൾ നമ്മുടെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. അവിടെ ഈ ചുളുക്കമൊക്കെ ഓരോ ദിവസം മാറ്റിക്കിട്ടും. കറയൊക്കെ മാറിപ്പോകും. നമ്മളിലുള്ള കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയിൽ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്, അതാ ഭർത്താവിനായിട്ട് അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ കുറിച്ച് നമ്മൾ അവിടെ വെളിപാട് 21-ന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചത് പോലെ വേറെ ലോകത്തെ കാണിക്കാൻ വേണ്ടി, ലോകത്തിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മണവാട്ടിയല്ല. അടച്ചിരിക്കപ്പെട്ട തോട്ടമാണ് മണവാട്ടി എന്ന് നമ്മൾ എവിടെ ഉത്തമഗീതം 4-ന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അല്ലാതെ ആർക്കെങ്കിലും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങാനുള്ള പൂന്തോട്ടമല്ല. മറിച്ച് മണവാളിനായിട്ട് കെട്ടിയടച്ചിരിക്കപ്പെട്ട ഒരു പൂന്തോട്ടം, എ സീൽഡ് ഗാർഡൻ ആണ് കർത്താവിന്റെ മണവാട്ടി. കർത്താവിനായിട്ടുള്ളതാ ഞാൻ, ലോകത്തിൻ്റെതല്ല. ലോകത്തിനായിട്ട് പകുത്തു നൽകുന്ന അത് വ്യഭിചാരമാണ്, ആത്മീയ വ്യഭിചാരമാണ്. എന്നാൽ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലകനികമായി വിവാഹ വാഗ്ദത്തം ചെയ്യപ്പെട്ടവളാണ്. 2 കൊരിന്ത്യർ 11-ന് 2-3 വാക്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അത് അങ്ങനെയുള്ള തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു യേശുവിന്റെ കാര്യം, അവണ്ണം ഭർത്താവും ഭാര്യമാരെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പോറ്റി പുലർത്തുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ യേശു കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവിനിലൂടെ നമ്മുടെ ഹെവൻലി ബ്യൂട്ടി പാർലർ ആകുന്ന അതിവിശുദ്ധ സ്ഥലത്ത്
മോസ്റ്റ് ഹോളി പ്ലേസ്. നമ്മളെ മണി ഓണ പ്ലഷേഴ്സ് നമ്മളെ ലോകത്തിന്റെ ഒരു MHP ഉണ്ട്. എന്നാൽ MHPയുടെ രണ്ട് ഫുൾ ഫോം നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു. മണി ഓണ പ്ലഷേഴ്സ് ആകുന്ന ലോകത്തിന്റെ MHP ഉണ്ട്. എന്നാൽ അത് വിട്ട് ദൈവത്തിന്റെ MHP എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസ്. അത് ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്താൻ ഒരു വഴിയേ ഉള്ളൂ. നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി, നമ്മൾ ജഡമാകുന്ന തിരശ്ശീല എന്ന് ചിന്തപ്പെടാനായിട്ട് നമ്മളെ നമ്മെ തന്നെ താഴ്ത്തി ഒരു പൂജ്യമായിട്ട് ഏൽപ്പിക്കുമ്പം, പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറയുമ്പം നമ്മള് ദൈവസന്നിധിയിൽ ആത്മാവിൽ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ടെന്നൊക്കെ നമ്മളവിടെ സങ്കീർത്തനം 16:11 വായിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്രഷ്നെസ് ഉണ്ട്. എപ്പോഴും ആ കറയൊക്കെ, എന്തെങ്കിലുമൊക്കെ കറകളും കാര്യങ്ങളൊക്കെ ദൈവം തന്നെ നമ്മൾ ചിലപ്പോൾ കർത്താവിന് കൂടുതൽ വെളിച്ചത്തിലേക്ക് വരുമ്പം അതുവരെ കറയൊന്നും അല്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ തന്നെ ചെറിയ കറയൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യമൊക്കെ കർത്താവ് കാണിച്ചു തരുന്നു. ചില സ്വാർത്ഥതയും ചില നികളവും ചില കർത്താവിന് ചേരാതായിട്ട് ചില മനോഭാവങ്ങളോ, ചില വിധിക്കുന്ന മനോഭാവങ്ങളോ, അശുദ്ധിയോ, ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവമോ, കുശുമ്പോ, അസൂയയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരാതിയോ, വെറുവെറുപ്പോ, അങ്ങനെയൊക്കെയുള്ള പല പല ചെറുതും വലുതുമായിട്ടുള്ള പല കറകളും പാപങ്ങളും ഒക്കെ കർത്താവ് നമ്മളെ കാണിച്ചു തരുന്നു. അതൊക്കെ കഴുകി അങ്ങനെ പുതിയ യെരൂശലേം നമ്മൾ തിരിച്ച് വെളിപ്പാട് 21:2 വരുമ്പോൾ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, വിശുദ്ധമായിട്ടുള്ള നഗരമാണ്. ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടവളാണ്, മണവാട്ടിയാണ് അവള് ലോകത്തിന് പിന്നാലെ പോകുന്ന വേശ്യയല്ല, മണവാട്ടിയാണ്. മണവാട്ടി എന്നവണ്ണം, മണവാട്ടിയെ പോലെ എന്ന് പറയുമ്പോൾ മണവാട്ടി എന്നവണ്ണം ആസ് എ ബ്രൈഡ് അഡോൺ ഫോർ ഹസ്ബൻഡ്, മണവാട്ടിയെ പോലെ ഒരുങ്ങി പരിശുദ്ധാത്മാവിന്റെ ലേപം കൊണ്ട് ആത്മമണവാളനായ കർത്താവ് നമ്മളെ ഇങ്ങനെ ഈ ഫേഷ്യലൊക്കെ ചെയ്യാനൊക്കെ അവർ ഞാനൊന്നും ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ നമ്മൾ ചിലപ്പം ബ്യൂട്ടി പാർലർ സോറി, നമ്മുടെ എന്തിനു പറയുന്നത്, മുടി വെട്ടുന്ന സലൂണിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് ഒരാൾ ഇങ്ങനെ ഏതാണ്ടൊക്കെ പെരട്ടിയൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോഴേ അത് ഫേഷ്യൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ലേപമാകുന്ന ഫേഷ്യലൊക്കെ ചെയ്ത് കർത്താവ് നമ്മുടെ കറയും ചുളുക്കവും കാര്യങ്ങളൊക്കെ മാറ്റുന്ന ആ ഒരു കർത്താവിന്റെ പ്രോസസ്സ്, അത് ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായിട്ട്, കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ, അത് ദൈവത്തിന്റെ തേജസ്സോടെ ഇറങ്ങുന്നെന്ന് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവിടെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ 11-ാമത്തെ വാക്യത്തിൽ കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ, ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ തേജസ്, ജ്യോതിസ്, കമ്മിങ് ഔട്ട് ഓഫ് ഹെവൻ, ഹാവിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവം. ഇന്ന് മറ്റുള്ളവർ നമ്മളെ കാണുമ്പം കർത്താവിന്റെ ആ ഒരു ഗ്ലോറി, കർത്താവിന്റെ ആ ഒരു തേജസ് നമ്മളുടെ പെരുമാറ്റത്തില്, നമ്മളുടെ ഇടപെടലുകളിലൊക്കെ കർത്താവിന്റെ ഒരു ജ്യോതിസും തേജസ്സും ഒക്കെ ഉണ്ടോ? മറ്റുള്ളവർക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങപ്പെട്ടതായിട്ടുള്ള ഒരു മണവാട്ടിയായിട്ട് നാം കാണപ്പെടുന്നുണ്ടോ? കർത്താവിന്റെ തേജസ്സുള്ളവളായിട്ട്, കർത്താവിന്റെ സ്വഭാവം, സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ്, കർത്താവിന്റെ ആ ഒരു കൃപയും സത്യവും ഒക്കെ നിറഞ്ഞ ആ ഒരു സ്വഭാവത്തിന്റെ വിശേഷതകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ മറ്റുള്ളവരുടെ ഇടപാടുകളിലൊക്കെ കർത്താവിന്റെ സൗരഭ്യവാസനയാണോ? ആ ഒരു പരിശുദ്ധാത്മാവിന്റെ സൗരഭ്യവാസനയാകുന്ന സെന്റൊക്കെ അടിച്ച് മണവാട്ടി വസ്ത്രത്തോടുകൂടി ആ ഒരു വിശുദ്ധമായിട്ടുള്ള ആ ഒരു നഗരമായിട്ടുള്ള പുത്തൻ യെരൂശലേമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് തന്നെ ആയിത്തീർന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നിത്യതയിൽ ചെല്ലുമ്പോൾ ഞാൻ പുത്തൻ യെരൂശലേമിന്റെ ഭാഗം ആയിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പറ്റത്തില്ല. ഇതൊരു ലൈഫ് ലോങ് ഒരുക്കമാണ്, ലൈഫ് ലോങ് ആയിട്ടുള്ള ആജീവനാന്തമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധതയും ഒരു ഒരുക്കവുമാണ്, അഡോൺമെന്റ് ആണ്. പ്രതിബദ്ധതയും കോൺട്രിബ്യൂഷനും, കമ്മിറ്റ്മെന്റ് ആൻഡ് കോൺട്രിബ്യൂഷനെ കുറിച്ച് ജോർജ് ബേർ പറയുന്ന കഥയൊന്നും ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. നമുക്ക് മിക്കവർക്കും അറിയാവുന്ന കഥയാ. ആടിന്റെയും താറാവിന്റെയും കാര്യം പറഞ്ഞതുപോലെ, താറാവ് താറാവിന്റെ ഒരു മുട്ട കൊണ്ടൊരു ഓംലെറ്റ് ഉണ്ടാകുന്നു. അതൊരു കോൺട്രിബ്യൂഷൻ ടു ദ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. പക്ഷെ ആട് തന്നെ ഇല്ലാതായിട്ടൊരു മട്ടൻ കറി ആകുമ്പോൾ അതൊരു കോൺട്രിബ്യൂഷൻ അല്ല. മുട്ട കൊടുത്തതിന് ശേഷം താറാവായിട്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ മട്ടൻ കറി ആവാത്തിരുന്ന ആട് പിന്നെ അവിടെ ആടില്ല എന്ന് പറയുന്നത് വരെ നമ്മള് ദൈവത്തിന് മുമ്പാകെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ സ്വയത്തെ തന്നെ അങ്ങനെ താറാവിനെ പോലെ നെഗളിച്ചിരിക്കുന്നവനാണോ? അതോ പ്രതിബദ്ധത, കർത്താവേ എന്നെ തന്നെ അങ്ങേക്കുള്ളതാണ്, ആട് മട്ടൻ കറിയായിട്ട് മാറി, ഇനി പാടില്ല എന്ന് പറയുന്നത് ഞാനില്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അതുപോലെ ഒരു പ്രതിബദ്ധത, കോൺട്രിബ്യൂഷൻ ഓർ കമ്മിറ്റ്മെന്റ്. നമ്മളൊരു കോൺട്രിബ്യൂഷൻ എന്താ മലയാളത്തിൽ പറയുന്നത്? നമ്മളെ തന്നെ ജസ്റ്റ് ഒരു സംഭാവനയോ പ്രതിബദ്ധതയോ. ജസ്റ്റ് ഒരു സംഭാവന, ഞാൻ ഇന്ന് ദൈവത്തിന് വേണ്ടി അത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഞാനായിട്ട് തന്നെ ഇരിക്കുക. പക്ഷെ കർത്താവ് ഞാനേ വേണ്ട, ഞാനങ്ങ് കുറഞ്ഞില്ലാതാവട്ടെ, കർത്താവ് എന്നിൽ വളരട്ടെ, എനിക്ക്
അവിടുത്തെ മണവാട്ടിയാവുന്നത് ആ പ്രതിബദ്ധതയുള്ള കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ്. ആ, അവിടെ അവരാണ് മണവാട്ടിയായിത്തീരുന്നത്. കോൺട്രിബ്യൂട്ട് ചെയ്ത് പിന്നെയും 30 മീനോ 60 മീനോ ചിലപ്പം കയ്യലപ്പുറത്തിരിക്കുന്ന തേങ്ങ മാതിരി വിശ്വാസത്തിൽ നിന്ന് വീണ്ടും പോയി നരകത്തിന്റെ തീപ്പൊയ്കയിൽ ചെന്ന് നരകം ചെന്ന് വീഴുന്ന തീപ്പൊയ്കയിൽ ചെന്ന് നിബന്ധിക്കുന്ന അവസ്ഥയിലോട്ടും വരുന്ന ആൾക്കാരുണ്ട്. വിശ്വാസത്യാഗമൊക്കെ അവസാന നാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നമുക്കറിയാം. അപ്പം അതുകൊണ്ട് പ്രതിബദ്ധതയുള്ളവരായിട്ട് കമ്മിറ്റ്മെന്റ്, കർത്താവേ എൻ്റെ ഹോൾ ലൈഫ് അങ്ങയ്ക്ക് വേണ്ടിയാണ്, എനിക്ക് ജീവിക്കേണ്ട അങ്ങയ്ക്ക് എന്നിൽ ജീവിക്കാൻ തക്കവണ്ണം അവിടുത്തെ തേജസ് എന്നിൽ വെളിപ്പെടുത്തണേ. എന്നെ ഒരുക്കണമേ. ഓരോ ദിവസവും വചനവാകുന്ന ജലസ്നാനത്താൽ എന്നെ ഒരുക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവെ വചനത്തിൽ നിന്നൊരു കുളി, അങ്ങിൽ നിന്ന് കേട്ടൊരു വചനത്തിൽ നിന്നൊരു കുളി എനിക്ക് വേണം. പിന്നെ കർത്താവെ ഓരോ സമയത്തും കാലിൽ എന്തെങ്കിലുമൊക്കെ ആ, പൊടിയൊക്കെ പറ്റുമ്പോൾ അവിടുന്ന് എൻ്റെ കാല് കഴുകി തരണം വചനത്താൽ. അങ്ങനെ കറയും ചുളുക്കും ഒക്കെ മാറ്റി തരണം പരിശുദ്ധാത്മാവിന്റെ ലേപനത്താൽ. കർത്താവെ ഇങ്ങനെ കറയും ചുളുക്കൊക്കെ വേണം, കറയും ചുളുക്കൊക്കെ മാറ്റി തരണം. അവിടുത്തെ മണവാട്ടി വസ്ത്രം ഓരോ ദിവസവും തുന്നണം. സൗമ്യതയും സാവധാനതയും കർത്താവിന്റെ സ്വഭാവമുള്ള ആ ഒരു പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ കേട്ടത് കർത്താവെ വളരെ മനോഹരമായിട്ടുള്ള പല ചിത്രങ്ങളിലൂടാണെങ്കിലും കർത്താവെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവരാജ്യം വാക്കുകളിലല്ലോ ശക്തിയിലാണെന്ന് കർത്താവെ 1 Corinthians 4:20 ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ അതെ കർത്താവെ, ഞങ്ങള് പറയുന്ന വാക്കുകളിലുപരി അതിന്റെ ആ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ ഉള്ളവരായിട്ട് അവിടുത്തെ ആ ജ്യോതിസുള്ളവരായിട്ട് കർത്താവെ അന്ന് കർത്താവെ പുത്തൻ യെരൂശലേമായിട്ട് ഞാനും അന്ന് വെളിപ്പെടുമോ? ഞാൻ ഇന്ന് അതിനായിട്ട് തയ്യാറായിട്ടുണ്ടോ? അതോ ലോകത്തിന്റെ മഹത്വത്തിന് പിന്നാലെയാണോ ഞാൻ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവെ ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ പരിശോധിക്കുവാനും ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും കർത്താവ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ലല്ലോ, ഞങ്ങളും അങ്ങേയുമായിട്ടാണല്ലോ കാര്യമുള്ളത്. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മനുഷ്യമാനം തേടുന്നവരായിട്ടല്ല, മറിച്ച് അങ്ങയുടെ മാനം, അവിടുത്തെ അപ്രൂവൽ, അവിടുത്തെ തേജസ് തേടുന്നവരായിട്ട് കർത്താവെ അവിടുത്തെ കാന്തയായിട്ട് പ്രതിബദ്ധതയുള്ളവരായിട്ട് മണവാട്ടി വസ്ത്രം തുന്നുന്നവരായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ. കർത്താവെ അങ്ങ് പണിയുന്ന പുതിയ സിയോനിൽ അവിടുത്തെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരും ഞാൻ അവിടുത്തെ ആ ഒരു ജ്ഞാനത്തിലും അറിവിലും ഒക്കെ ഞങ്ങളെ പോഷിപ്പിക്കുന്ന ഇടയന്മാരും ഒക്കെ ഉള്ള കർത്താവെ അവിടുന്ന് പണിയുന്ന സിയോനിൽ ഞങ്ങളെ ആക്കി വെക്കണമേ. കർത്താവെ ബാബിലോണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ബാബിലോണിനെ തുറന്നു കാട്ടുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. കർത്താവ് ഞങ്ങൾ കേട്ട ഓരോ കാര്യങ്ങളും കർത്താവ് ഞങ്ങൾ ഹൃദയപലകമേൽ അവിടുന്ന് എഴുതി ഓർപ്പിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ പേരുന്നുവാൻ അവിടുന്ന് കർത്താവെ അധികമായിട്ട് സഹായിക്കണം. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ ആരും അന്ന് കർത്താവെ ഒരു ദിവസം അവിടുത്തെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ദിവസം അന്ന് ഞങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ത് വില കൊടുത്ത് ഞങ്ങളിൽ ഒരു ക്രിയ ചെയ്യണമേ. കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഞങ്ങളെല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ പിൻപറ്റുന്നവരായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളുടെ യുവാക്കളെയും ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയൊക്കെ എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവെ വിടുജനത്തിന് ഉറപ്പോടെ അവിടുത്തെ ശിഷ്യന്മാരായിട്ട് ശിഷ്യകളായിട്ട് പൂർണ്ണ പ്രതിബദ്ധതയുള്ളവരായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ളവരായിട്ടായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ.